आदौ रामतपोवनाधिगमनम् हत्वा मृगं काञ्चनं वैदेही हरणं जटामरणं सुग्रीवसंभाषणं बाली निग्रहणं समुद्रोत्तरणं लंकापुरी दाहनम् पश्चाद् रावण कुंभकर्ण हननम् एतद् रामायणम्। बोली श्री रामचंद्र भगवान की जय। ശംഭോ മഹാദേവ, ശ്രീരാമജയം. ഈ വർഷം നമ്മുടെ കൂത്തമ്പലത്തിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഭാവയാമി രഘുരാമം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറേണ്ടി വന്നു. നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ കിട്ടുന്ന സ്ഥലം ഭഗവത് സന്നിധിയാണ് എന്ന് ധരിച്ച് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം കൈക്കൊള്ളേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. നാട്യശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള ഭരതമുനി പറഞ്ഞിട്ടുണ്ട്, നാട്യഗ്രഹം കിഴക്കോട്ട് തിരിച്ചാണ് പണിയേണ്ടത്. അതായത് രംഗപീഠം, രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രവർത്തിക്കാൻ പാകത്തിൽ ആയിരിക്കണമെന്ന്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി അത് സാധ്യമല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവര് മനസ്സിൽ വളരെ കൃത്യമായിട്ട് സങ്കല്പിക്കണം കിഴക്കോട്ട് തിരിഞ്ഞാണ് പ്രവർത്തിക്കുന്നത് എന്ന്. നമ്മളതിൽ കൂട്ടി വായിക്കണം. എവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർക്കും കാണുന്നത് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രയോക്താക്കളെയാണെന്ന് തോന്നും. അതുമാതിരി ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, ഏത് ഓൺലൈനായാലും വെർച്വൽ വേൾഡ് ആയാലും ശരി, നമ്മളെല്ലാവരും എറണാകുളത്തപ്പൻ്റെ സന്നിധിയിൽ കൂത്തമ്പലത്തിൽ ഇതുവരെ ഉണ്ടായതുപോലെ തന്നെ ഭാവയാമി രഘുരാമം എന്ന ആ ഒരു വളരെ മഹത്തരമായിട്ടുള്ള ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ നമ്മളെല്ലാം പങ്കെടുക്കുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള കുറച്ച് സംഗതികൾ കേൾക്കണം. അത് കേൾക്കണമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിച്ച് മറുപടി കൂടി കിട്ടിയാൽ കൊള്ളാം വഴിയെ എന്ന് മോഹമുള്ളത് കൊണ്ടാണ്. വളരെ മ്ലാനമായൊരു അന്തരീക്ഷത്തിലാണ് ചുറ്റുപാടുകൾ കിടക്കുന്നതെന്ന് നമുക്കറിയാം. എങ്കിലും അതിനെ അതിജീവിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന സമ്പ്രദായം സാധാരണ കണ്ടുവരുന്ന ഒരു ഓൺലൈൻ സമ്പ്രദായത്തിലല്ല. ഞാനത് നേരത്തെ രേഖപ്പെടുത്തി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുകയാണ്. എന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ള എറണാകുളം ക്ഷേത്രക്ഷേമ സമിതിയുടെ പ്രതിനിധിക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരുടെയും ആശംസകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഹ്രസ്വമായിട്ടുള്ള പരിപാടിയിലേക്ക് തുടങ്ങാം. ആഞ്ജനേയം എന്ന് വിളിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനുള്ള കാരണങ്ങൾ വഴിയെ കാണാം. ഓരോരോ സ്ലൈഡുകളായിട്ട് പോകുന്നത് കാരണം ചെറിയ ചെറിയ ഒരു ഇടവേളകൾ, അതായത് വളരെ സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഇടവേളകൾ ഉണ്ടാവും. അത് സഹിക്കുക. എനിക്ക് തോന്നുന്നത് എനിക്ക് ഓൺലൈനിൽ പ്രസംഗിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും സഹകരിക്കുക, അനുഗ്രഹിക്കുക. ഓം നമഃ ശിവായ. ശ്രീരാമജയം. ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ. മ്ലാനതയാണ് എറണാകുളം ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പരിസരത്ത് തങ്ങി നിൽക്കുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള ഈശ്വരീയ ശക്തികൾ നമ്മളവിടെ എത്തുമ്പോൾ ഈ മ്ലാനതയൊന്നും അനുഭവപ്പെടാതെ നമ്മളെ കാത്തുരക്ഷിക്കുന്നുണ്ട്. മനസ്സിന് ആ സമാധാനവും കിട്ടുന്നുണ്ട്. ചുറ്റും നടന്നു നോക്കുമ്പോൾ
ശബ്ദം പോലും നമുക്ക് കേൾക്കുവാൻ സാധ്യമല്ല. ഓം നമഃശിവായ എന്ന് പതുക്കെ കേൾക്കാൻ പറ്റും. അകന്നു വരുന്തോറും വടക്കേ നടയുടെ ഭാഗങ്ങളിലേക്ക് വന്ന് ഒരുപക്ഷെ ഒരു ഭയവുമില്ലാതെ സ്വാതന്ത്ര്യത്തോടു കൂടി കഴിയുന്ന ഒരേ ഒരു ശ്വാനിയായിരിക്കും അവിടെയുള്ളത്. മുരുകക്ഷേത്രത്തിൻ്റെ മുൻപിലും ഒന്ന് നമിച്ച് എറണാകുളം ക്ഷേത്ര സമിതിയുടെ ഓഫീസ് വഴി മടങ്ങി കിഴക്കേ നടയിൽ ഒന്ന് തൊഴുമ്പോൾ ആഞ്ജനേയരെ മനസ്സിൽ വരും. വടവൃക്ഷത്തിൻ്റെ പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ രൂപത്തെ സ്മരിച്ചപ്പോൾ തോന്നി ഇത് തന്നെ പറയാം. ഈ ഒരു ചെറിയ ഇല്ലസ്ട്രേഷനിലൂടെ ചിത്രങ്ങളുടെ വിവരിക്കാൻ പറ്റുന്ന ചിത്രങ്ങളിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഏത് കാലത്തും നമുക്ക് ദേവന്മാരും അസുരന്മാരും ഇതൊന്നുമല്ലാത്ത മറ്റ് പക്ഷിമൃഗാദികളും സസ്യങ്ങളും എല്ലാം ഈ ലോകത്തിൽ ഉണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായിരുന്നു എന്നും ഇന്നും അത് അതുപോലെ തന്നെ ആയിരിക്കും. അതിനുള്ള കാരണവും വേറൊന്നുമല്ല, അത് സൃഷ്ടിയുടെ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, ഭൂമിയിലുള്ള പ്രകൃതിയിലുള്ള സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആ വ്യത്യസ്ത തരത്തിലുള്ള ജീവികളെ സൃഷ്ടിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനും എന്തുകൊണ്ട് ഈ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ തമ്മിൽ യോജിച്ചും വിയോജിച്ചും വരുന്നു, അത് രാമായണത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നും കാണിക്കാനുള്ളൊരു ചൂണ്ടുപലക. ആഞ്ജനേയം എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ ഹനുമാൻ എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെടുത്തണോ അസുരഗണത്തിൽപ്പെടുത്തണോ എന്നുള്ളതെല്ലാം ഓരോരോ സന്ദർഭമനുസരിച്ച് ഏത് മാനദണ്ഡമാണ് ഉപയോഗിക്കുന്നത് എന്നനുസരിച്ച് മാറ്റാൻ സാധിക്കും. ഭക്തജനങ്ങൾക്ക് എന്നത് ഇരുന്ന് കുറച്ച് ക്ഷമയോടുകൂടി പരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെ ഒറ്റ ലേബലിൽ ഒരാളെയും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവരുടെ കർമ്മത്തിന്റെ ഉന്നം എന്താണ്, ധർമ്മത്തിനനുസരിച്ചാണോ അവരുടെ കർമ്മത്തിന്റെ ഉന്നം സൃഷ്ടിക്കുന്നത്, അതിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ വെറൈറ്റി എന്താണ് പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വഴിക്ക് നോക്കിയാലും, ഞാൻ ശാസ്ത്രീയമെന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാലും, ഈ കാണുന്ന കവിതാത്മകമായ അല്ലെങ്കിൽ കഥാരൂപത്തിലുള്ള വിവരണങ്ങളെ നമുക്ക് ഉരുത്തിരിച്ചെടുക്കാൻ സാധിക്കും. ഒരുപാട് നീട്ടുന്നില്ല. അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അത് ഇനിയും പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ബ്രഹ്മാവിന് 2 മാനസപുത്രന്മാര് ഉണ്ടായി. ഒന്ന് ദക്ഷപ്രജാപതി, രണ്ടാമത്തേത് മരീചി. ദക്ഷപ്രജാപതിക്ക് നിരവധി മക്കളുണ്ടായി എന്ന് പറയുന്നുണ്ട്. അതിൽ 27 പേരാണ്, 27 നക്ഷത്രങ്ങൾ. പിന്നെ 13 പേരുടെ പേരെടുത്ത് ഇവിടെ പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും പേര് പല ഗ്രന്ഥങ്ങളിലായിട്ട് കാണാം. ആ 13 ആളുകളെ വിവാഹം ചെയ്തത് രണ്ടാമത്തെ മാനസപുത്രനായിട്ടുള്ള മരീചിയുടെ പുത്രനായിട്ടുള്ള കശ്യപ ഋഷിയാണ്. മരീചി കല എന്നുള്ള ഒരു ദേവാംഗനയെ മുനികന്യകയെ വിവാഹം ചെയ്ത് കശ്യപ പ്രജാപതി, അദ്ദേഹത്തിനും പ്രജാപതി സ്ഥാനം കൊടുക്കുന്നുണ്ട്. ബ്രഹ്മാവിനും പ്രജാപതി സ്ഥാനമുണ്ട്, ദക്ഷനും പ്രജാപതി സ്ഥാനമുണ്ട്, കശ്യപന് പ്രജാപതി സ്ഥാനമുണ്ട്. ഹനുമാന്റെ പിതാവായിട്ടുള്ള കേസരി വാനര രൂപത്തിലുള്ള യോഗിവര്യൻ, അദ്ദേഹത്തിനും പ്രജാപതി സ്ഥാനം കൊടുക്കുന്നുണ്ട്. യൂണിവേഴ്സൽ ആർക്കിടെക്ട്, വിശ്വപ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ശില്പിയായിട്ടുള്ള വിശ്വകർമാവിനും പ്രജാപതി സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഈ പ്രജാപതി എന്നുള്ള ആ ഒരു സാങ്കേതിക പദത്തിന്റെ, പുരാണത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക പദത്തിന്റെ നിർവചനങ്ങളും അതിന്റെ വൈപുല്യവും മനസ്സിലാക്കിയാൽ നമുക്കിതെല്ലാം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ന്യായമായി തന്നെ ഇരിക്കുന്ന സംഗതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും 13 മക്കളില് നിങ്ങൾക്കൂടെ കാണാവുന്ന കാര്യം ഞാൻ അല്ലാതെ വിസ്തരിച്ച് വായിക്കുന്നില്ല. ഈ സ്ലൈഡ് തൽക്കാലം ഇംഗ്ലീഷിൽ ഞാൻ വേറൊരു ആവശ്യത്തിന് ഉണ്ടാക്കിയത് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ്. അതിൽ അതിഥിക്ക് ഉണ്ടാവുന്ന മക്കള് ദേവന്മാര്, ദിതിക്ക് ഉണ്ടാവുന്നത് ദൈത്യന്മാര്, ധനുവിനുണ്ടാവുന്നത് ദാനവന്മാര്. ഇതില് ദൈത്യന്മാരെയും ദാനവന്മാരെയുമാണ് അസുരന്മാരായിട്ട് പൊതുവെ കിടക്കുക. സുരന്മാരല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവര് മുഴുവൻ എന്നും തെമ്മാടികളായിട്ടുള്ള ഓരോ സുരന്മാരെല്ലാവരും നന്നായിട്ടുള്ള ആളുകളല്ല.
ഇതെല്ലാം ആപേക്ഷികമാണ്, സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാവുന്നതാണ്. അതിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കാണാം മൃഗങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത് സുരഭി എന്നുള്ള ആ ദക്ഷപുത്രിയിൽ നിന്ന് പശുക്കള്, പോത്ത്, എരുമ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായി. വിനീതയിൽ നിന്ന് അരുണനും ഗരുഡനും ഉണ്ടായി. ഒരാൾ സൂര്യൻ്റെ തേരാളിയാണ്, മറ്റേ ആള് പക്ഷികളുടെ രാജാവ് എന്ന് പുരാണത്തിൻ്റെ വഴിക്ക് നമുക്ക് പറയാവുന്നത്. താമര എന്നുള്ള ദക്ഷപുത്രിയിൽ വഴി കശ്യപ പ്രജാപതിക്ക് ഉണ്ടായതാണ് പലതരത്തിലുള്ള മൂങ്ങകള്, പലതരത്തിലുള്ള കഴുകന്മാര്, പലതരത്തിലുള്ള പരുന്തുകള്, കാക്ക, വെള്ളത്തിൽ പോകുന്നതായിട്ടുള്ള ചില കോഴിവർഗങ്ങള്, കുതിരകള്, അങ്ങനെ പലതും. അതിന് പ്രത്യേകിച്ച് മങ്കി എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതെല്ലാം ഒരു എന്താ പറയുക, നമ്മൾ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ ഇതെല്ലാം റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രതീകാത്മകമായിട്ട് പറയുമ്പോൾ ഇതിൽ ഈ മൃഗങ്ങളെല്ലാം പെടും. അങ്ങനെ വന്നിട്ടുള്ളത് താമര എന്നുള്ള ഒരു യോനിയിൽ നിന്നാണ് കശ്യപന്റെ ബീജം മൃഗലോകത്തിന്, ആനിമൽ കിങ്ഡം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിൽ നാഗങ്ങൾക്ക് 3 മാതാക്കളെ ഇതിൽ കാണാം. കാരണം കദ്രുണ്ട്, അതുമാതിരി തന്നെ ക്രോധവശയുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ ഉള്ള മൃഗങ്ങൾ പോകുന്നു. ഉരകങ്ങൾ, പന്നകങ്ങൾ, ഭൂമിയോട് വളരെ തൊട്ട് ശരീരം മുഴുവൻ തൊട്ടുകൊണ്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞത് വേറൊന്നിനുമല്ല. ഇങ്ങനെയുള്ള വെറൈറ്റി കളിക്കുമ്പോൾ ഇതെല്ലാം ഓരോന്നും പരസ്പര പൂരകങ്ങളായിട്ട് സ്ട്രക്ചർ ഇസ് റിലേറ്റഡ് ടു ഫങ്ഷൻ എന്ന് പറയുന്നത് പോലെ ഒരു സാധനത്തിന്റെ ഘടനയും അതിന്റെ പ്രവർത്തനവുമായിട്ട് വളരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പ്രവൃത്തി ഉണ്ടാക്കുന്നത്. ഒരു സ്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ലോട്ടിൽ കൊള്ളാൻ പാകത്തിനൊരു സാധനം എവിടെയെങ്കിലും ഉണ്ടാവും. അതുപോലെയാണ് ഈ സംഗതികളൊക്കെ. ഇപ്പം ദേവന്മാര്, അസുരന്മാര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുന്നത് ഒരു ടെക്നിക്കൽ കാറ്റഗറൈസേഷൻ, സാങ്കേതികമായിട്ടുള്ളൊരു വർഗീകരണത്തിനാണ്. ഏതിനോട് എപ്പോൾ യോജിപ്പിക്കണം, എത്ര നേരം യോജിപ്പിക്കണം എന്നൊക്കെ. അതുപോലൊരു സംഗതിയാണ് നമ്മൾ രാമായണത്തില് ഹനുമാൻ രാമായണത്തിന്റെ ശക്തമായൊരു ഭാഗമായി തീരുന്നത് ശ്രീരാമചന്ദ്രന്റെ, സീതാദേവിയുടെ, ലക്ഷ്മണന്റെ വനത്തിൽ കടന്നതിന് ശേഷം സീതയെ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഭാഗത്തേക്ക് അവർക്കുള്ളൊരു സഹായത്തിനായിട്ട്. ആ സഹായം എന്നൊരു വളരെ ചെറിയ വാക്ക് പറഞ്ഞുകൂടാ, ചെറിയ അർത്ഥത്തിൽ എടുത്തുകൂടാ. എല്ലാവർക്കും അത് അറിയുന്ന കാര്യം ഞാൻ വിവരിക്കുന്നില്ല. എങ്കിലും ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തുടങ്ങിയാൽ എന്തുകൊണ്ട് ഹനുമാൻ കൃത്യമായിട്ട് ശ്രീരാമന്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കും. ഈ ഭാഗം ഞാൻ അധികം വിസ്തരിക്കാൻ നിൽക്കുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ആരംഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, എറണാകുളം ക്ഷേത്ര സമുച്ചയത്തിൽ ഒന്ന് ചുറ്റി ദേവന്മാരെ പുറത്തു നിന്നെങ്കിലും ഒന്ന് കണ്ട് അവസാനം ആഞ്ജനേയരുടെ നടക്കെത്തിയപ്പോൾ തോന്നി ഇത് തന്നെ പറയാമെന്ന്. ഇത് തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ജനാപുത്രൻ ആയിട്ടുള്ള കേസരിയുടെയും അഞ്ജനയുടെയും പുത്രനായിട്ടുള്ള കേസരി നന്ദൻ എന്നറിയപ്പെടുന്ന ശ്രീരാമന്റെ ദൂതനായി ശ്രീരാമദൂതൻ എന്നറിയപ്പെടുന്ന ഇന്ദ്രന്റെ വജ്രായുധത്താൽ തൻ്റെ ഹനുവിൽ, താടിയലിൽ ഒരു ക്ഷതമേറ്റതുകൊണ്ട് ഹനുമാൻ എന്നറിയപ്പെടുന്ന, ഇന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ ഹനുമാൻ എന്നറിയപ്പെടുന്ന ആ മഹാശക്തി, ആ മഹാസങ്കല്പം, ആ മഹാ ഇമേജറി, അതായത് രൂപവൽക്കരണം ചെയ്യപ്പെട്ടത് ഭഗവാൻ കൃഷ്ണൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഹനുമാനായിരിക്കും. കുട്ടികൾക്കും വലിയ ആളുകൾക്കും അതിൻ്റെ ഇടയിലുള്ള ആളുകൾക്കും ഒക്കെ, പ്രായമായവർക്കെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രം. താന്ത്രികന്മാർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹനുമാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശിവപുത്രനായിട്ടുള്ള ഹനുമാൻ രാമായണത്തിൻ്റെ വഴിയിലൂടെ ശ്രീരാമൻ്റെ സഹായത്തിനായി എത്തി. രാമായണം
ഒരു 300 ചില്ലാനം തരത്തിലുള്ള രാമായണം ഉണ്ട് എന്നാണ് കേട്ടേക്കണേ. ഞാൻ ഈ കേട്ടേക്കണേന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രത്യേക ഗ്രന്ഥവും ഒരു പ്രത്യേക രചയിതാവിൻ്റെ ഗ്രന്ഥവും ചരിത്രവും ഒന്നും ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേട്ട് പഴകിയിട്ടുള്ള കുറേ കഥകൾ, പിന്നെ കുറച്ച് വായിച്ചറിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. നമുക്ക് പ്രായം ചെല്ലുമ്പോൾ പലരും പറയുന്നത് കേട്ടും വായിച്ചും നമുക്ക് ഈ സങ്കല്പങ്ങളെ കുറിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത് മാത്രം ആണ് ഞാനിവിടെ പറയാൻ പോകുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് കിടക്കുന്ന ഒരു സംഗതി. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രചോദനങ്ങളെന്ന് വിചാരിച്ചാൽ മതി. ആനമത് സന്നിധിയിൽ ചെന്നപ്പോൾ എന്തു വേണം എന്ന് നമുക്ക് ഉള്ളിലേക്ക് തരുന്ന ആ ഒരു ശക്തി, അങ്ങനെയുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് രാമായണത്തിൽ പ്രസക്തി വന്നു എന്നുള്ളത് കഥ വായിച്ചാൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും, അങ്ങനെ ഹനുമാനും ശ്രീരാമനും ഒക്കെ തമ്മിൽ കണ്ടുമുട്ടിയത് സാധാരണ ഭാഷയിൽ പറഞ്ഞൊരു കോയിൻസിഡൻസ്, സാന്ദർഭികമായിട്ട് അങ്ങനെ സംഭവിച്ചതാണോ, കഥ എഴുതിയതാണെന്നുണ്ടെങ്കിലും ചരിത്രമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അതങ്ങനെ സംഭവിച്ചതാണോ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്നുള്ളതിന് ഒരു ബ്ലൂ പ്രിന്റ്, ഒരു ഇന്നത് ചെയ്യണം, ഇന്നത് വേണം എന്നൊക്കെ പറയുന്ന ഒരു ആക്ഷൻ പ്ലാൻ, സംഭവിക്കേണ്ടതിൻ്റെതായിട്ടുള്ള ഒരു ചുരുക്കം കാണിക്കുന്ന ഒരു എന്താ പറയണ്ടേ ഭൂപടം പോലെ എന്ന് പറയാം. ഇന്ന സ്ഥലത്ത് ഇന്നത് എന്നൊക്കെ പറയുന്നത് പോലെ, ഓരോ സമയത്ത് ഇന്നത് എന്നൊക്കെ പറയുന്ന പോലെ, ഇന്ന സമയത്ത് ഇന്ന ആളെ കാണണം, ഇന്ന കാരണമായിരിക്കും അതിന് വരിക, അതിൻ്റെ പിന്നിൽ ബലമായിട്ട് വരിക എന്നെല്ലാം പറയുന്ന സമയത്ത് ഹനുമാനും ശ്രീരാമനും കണ്ടുമുട്ടിയത് വെറുതെ സാന്ദർഭികമാണ് എന്ന് പറയാൻ നമുക്ക് വിഷമമാണ്. അതിന് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യ ഭാഗം രാമായണം, വളരെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ രാക്ഷസോൽപത്തി മുതൽക്കല്ല ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള ആ ഭാഗം. തനിക്ക് പുത്രന്മാർ അല്ലെങ്കിൽ സന്താനങ്ങളില്ലാത്തത് കാരണം ദശരഥ മഹാരാജാവ് വളരെ ക്ലേശിച്ചും വിഷമിച്ചുമൊക്കെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ പറഞ്ഞു, മഹാരാജാവെ, അങ്ങ് യജുർവേദത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള പുത്രകാമേഷ്ടി യാഗം നടത്തണം. ചില ഗ്രന്ഥങ്ങളിൽ പുത്രകാമേഷ്ടി യാഗം എന്നും ചിലതിൽ യജ്ഞം എന്നും കാണാനുണ്ട്. ഏതായാലും ഒരു പ്രൊസീജിയർ വളരെ കൃത്യമായിട്ട് ഫലം കിട്ടും എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പന്ഥാവിലൂടെ ചെയ്യുന്ന ഒരു സംഗതി എന്ന് നമുക്ക് കണക്കാക്കിയെടുക്കാം. അങ്ങനെ വരുന്ന സന്താനങ്ങൾ സത്സന്താനങ്ങളായിരിക്കും എന്നുള്ളതുമാണ് ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ആചാര്യന്മാർ പറയുന്നു. ഈ യജുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള പുത്രകാമേഷ്ടി യാഗം തൻ്റെ ശിഷ്യനും അയോധ്യാപുരി ഭരിക്കുന്ന രാജാവുമായിട്ടുള്ള ദശരഥനോട് അത് ചെയ്യണം എന്ന് പറഞ്ഞത് വസിഷ്ഠനാണ്. അപ്പം ആരെ വേണം ഈ യാഗം അത് വേണ്ട വിധത്തിലൊക്കെ നോക്കി നടത്താൻ? ഒരു യജ്ഞാചാര്യനായിട്ട് യാഗം നടത്തുമ്പോൾ അതിനൊരു കർമ്മയൊരു സാധാരണ ഭാഷയിൽ പറഞ്ഞ കളത്തിൽ കമ്മൾ എന്നൊക്കെ പറയും. ഈ കളമെഴുത്തും പാട്ടുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ആധികാരികമായിട്ട് പറഞ്ഞാനും നടത്താനും ഒരു കണ്ടക്ടർ ആവശ്യമാണ്. അത് ആര് വേണം എന്നാലോചിച്ചപ്പോഴാണ് ഋഷി ശൃംഗമുനി അദ്ദേഹത്തിനെ വരുത്താം. അദ്ദേഹം ഒരു യജ്ഞ ആചാര്യനായിരുന്നു എന്നുള്ളതാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. അദ്ദേഹം വന്നിട്ട് യാഗം നടത്തി. യാഗത്തിൽ എന്ത് സംഭവിച്ചു? പുത്രകാമേഷ്ടി യാഗം തുടങ്ങി. ദശരഥൻ പത്നി സമേതം ആ യാഗത്തിൽ ഭക്തി നിർഭരമായിട്ട് പങ്കുകൊണ്ടു. യാഗം ഭംഗിയായിട്ട് സമാപിക്കാൻ പോകുന്ന അവസരത്തിൽ അഗ്നിയായിട്ട് രൂപം വന്നു. അത് അഗ്നി തന്നെയാണ് എന്നാണ് പറയുന്നത്. ആ ദേവൻ ദശരഥൻ്റെ കയ്യിലേക്ക് ഒരു പാത്രത്തിൽ പായസം എന്നാണ്
പൊതുവെ പറയാറില്ല. അതിന് ചില ആളുകൾ ഒരു മധുരപലഹാരം എന്ന് പറയുന്നുണ്ട്, ഇംഗ്ലീഷിലാവുമ്പോൾ അതിന് ഡെസേർട്ട്, പുഡിംഗ് എന്നൊക്കെ പലതരത്തിലും എഴുതാറുണ്ട്. ഏതായാലും അഗ്നിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പ്രസാദം അത് നേരിട്ട് ദശരഥന് കൈമാറി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പ്രാർത്ഥനയ്ക്കും യജ്ഞത്തിനൊക്കെ വേണ്ടതായിട്ടുള്ള ഫലം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസാദം അങ്ങയുടെ പത്നിമാർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് ദശരഥനെ ഈ പ്രസാദം ഏൽപ്പിച്ച് തേജോമയനായിട്ടുള്ള ആ അഗ്നിദേവൻ അപ്രത്യക്ഷനായി. ഇങ്ങനെ ലഭിച്ച ദിവ്യമായിട്ടുള്ള ആ പ്രസാദം വളരെ ഭക്തിപൂർവം വാങ്ങി ദശരഥ മഹാരാജാവ് തൻ്റെ പത്നിമാർക്ക് കൊടുത്തു. ഈ കഥ പറഞ്ഞുകൊണ്ട് വന്നത് തന്നെ ഈ സന്ദർഭത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ചിന്തിക്കേണ്ടതുകൊണ്ടാണ്. അദ്ദേഹം ഏറ്റവും മുതിർന്ന രാജ്ഞിയായിട്ടുള്ള കൗസല്യാദേവിക്ക് ഈ പായസം പകുതി പകുത്ത് കൊടുക്കുന്ന വേളയിൽ കുറച്ച് ഭാഗം താഴേക്ക് വീഴാൻ പോകുമ്പോൾ ഒരു പക്ഷി വന്ന്, എന്ത് പക്ഷിയാണെന്ന് പ്രത്യേകം പറയുന്നില്ല, ഒരു പക്ഷി വന്ന് ആ ഭാഗം കൊത്തിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ ബാക്കി ഉള്ളതിൽ ഒരു ഭാഗം അദ്ദേഹം കൈകേയിക്ക് കൊടുത്തു. അപ്പോൾ ഇവര് രണ്ടുപേരും അവരവരുടെ കയ്യിൽ നിന്ന് പകുതീശ വീതം സുമിത്രാദേവിക്ക് കൊടുത്തു. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഇതിൻ്റെ മാത്തമാറ്റിക്സിന് വേണ്ടി അല്ല, കണക്ക് വയ്ക്കലിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് ഈ പക്ഷി ഒരു ഭാഗം കൊണ്ടുപോയി. അപ്പോൾ അഗ്നിദേവൻ സമ്മാനിച്ചിട്ടുള്ള പ്രസാദം മുഴുവൻ വേണ്ട ദിക്കിലേക്ക് എത്തിയോ, അതോ ഒരു ഭാഗം എവിടെ പോയി? ഇങ്ങനെ ഒരു സംശയം അവിടെ കിടക്കുന്നുണ്ട്. ആ സംശയത്തിന് ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ടൊരു പൂർവകഥ, ആരായിരുന്നു ഈ പക്ഷി പിന്നെ എന്ത് ചെയ്തു, ആ പായസത്തിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ പ്രസാദത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് തെരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഈ പക്ഷിയായിട്ട് വന്നത് പല കഥകളിലും പറയുന്നത്, കഥകളിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, പുരാണം ഞാൻ റെഫർ ചെയ്തിട്ടല്ല പറയുന്നത്, കഥകൾ. വാസ്തവത്തിൽ എൻ്റെ ഉദ്ദേശം ഈ കർക്കിടക മാസത്തിലെ ഈ ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുന്ന ഈ പീരീഡിൽ, ഈ സമയത്ത് ഒരുപാട് പേര് വീട്ടിലിരിക്കുന്നുണ്ട്. പ്രായം ചെന്നവരാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ രാമായണം മുഴുവൻ വായിക്കാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ അംശങ്ങളിലേക്ക് കിടക്കാത്ത ആളുകളുണ്ടാവാം. ഒരുപക്ഷെ ബാലരമ വായിച്ചിട്ടുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ കഥകൾ വായിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കാം, അറിയാത്ത കുട്ടികളും ഉണ്ടാവാം. അപ്പം ഈ സമയത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ഓൺലൈൻ പരിശീലനം ഏതായാലും കിട്ടിയിട്ടുണ്ട്. ചില മുഴുവൻ ഞാൻ സൂചിപ്പിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഗുണങ്ങളും നന്മകളും തിന്മകളും കൂടെ മാറിയിരിക്കട്ടെ, അതിനെക്കുറിച്ചല്ല പറഞ്ഞെങ്കിലും നമുക്ക് ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് വേറൊരു ഭാഗത്ത് സംഭവിക്കുന്ന സംഗതികളെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നമുക്കിപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അത് ഉപകരിക്കാം, ഉപയോഗപ്പെടുത്താം, അതിന് മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ഉപയോഗം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതൊക്കെ ചിന്തിക്കാം എന്നുള്ളതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ഒരു ആശയം മുൻപും ഉണ്ടായിരുന്നില്ലേ? ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ട് അടുത്ത് സംസാരിക്കുകയായിരുന്നു. അതൊക്കെ വെറുതെ പറയുകയാണ്, മുമ്പുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ പറയുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് കഥയായിക്കോട്ടെ, അതിന് മുമ്പ് ഉണ്ടായിരുന്നതിന് നമുക്ക് ഇന്നത്തെ ഭൗതിക ശാസ്ത്രം സമ്മതിക്കുന്ന വിധത്തിൽ തെളിവുകൾ ഉണ്ടായിരിക്കോട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ ഒരു ആശയം ഇന്നുണ്ടായിരുന്നു, വിമാനം എന്നുള്ളൊരു സങ്കല്പം. ഇപ്പോൾ സഞ്ജയൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ പറയാറുണ്ടല്ലോ, എത്രയോ ദൂരെ ഇരുന്നിട്ടാണ് അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ സംവിധാനങ്ങളെ കുറിച്ച് കാവ്യരൂപത്തിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. ഈ കാവ്യരൂപത്തിലൊക്കെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ചില കണക്കുകളും കാര്യങ്ങളും
അന്ന് ഉണ്ടാവാതെ കണ്ട് ഒരു വേറൊരു ചിന്തയിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻറ്റ്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വസ്തുക്കളെ നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ട് അപഗ്രഥിച്ചുകൊണ്ട് നല്ല ഗുരുത്വമുള്ള ഒരാൾക്ക്, ഈശ്വരാധീനമുള്ള ഒരാൾക്ക് പറ്റുന്നതാണ് ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനം. അങ്ങനെ എഴുതിയിട്ടില്ല. നമ്മൾ വാൽമീകിയും വ്യാസനെയും മറ്റേ നമ്മളായിട്ട് കമ്പയർ ചെയ്യരുത്. ഇപ്പൊ ഭരതന്റെ നാട്യശാസ്ത്രം പറയുന്ന സമയത്ത് ഭരതൻ 6000 ശ്ലോകത്തിൽ ഇങ്ങനെ സംഗതികൾ എഴുതി, അല്ലെങ്കിൽ ഇത്രയും 8 ശ്ലോകങ്ങൾ ഗീത എന്ന രൂപത്തിൽ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഇത് കേട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരാൾക്ക് ജീവിതത്തിൽ പറ്റുന്നതാണ്. ഇപ്പൊ ശങ്കരാചാര്യരുടെ കാര്യത്തിലും പറയാറുണ്ടല്ലേ, 32 വർഷം മനുഷ്യവർഷങ്ങൾ തന്നെ എന്ന് ചരിത്രകാരന്മാരും സമ്മതിക്കുന്ന അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളും ആ വെറും നമ്പർ ഓഫ് കൃതികളല്ല, കൃതികളുടെ എണ്ണല്ല, ഓരോന്നിൻ്റെയും ആഴം ഇന്നും ഇത്രയൊക്കെ ഭൗതികത്തിന്റെ പിന്നാലെ പായണു എന്ന് പറഞ്ഞിട്ടും ആ ഭൗതികത്തിൽ നിന്ന് വിട്ടതല്ല ആദി ഭൗതികം. മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നിന്ന് വിട്ടൊരു സാധനമല്ല സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു അദ്വൈതം കൂടി പറഞ്ഞു വെച്ച ആ ആചാര്യനെ ആളുകൾ ചോദിക്കാൻ ഇത്രയും പേരത്തേക്ക് എഴുതാൻ പറ്റുമെന്ന്. അപ്പൊ എന്താ കണക്കാക്കണേ, എനിക്ക് ഇത്ര ശേഷിയുണ്ട്, ഞാൻ ഒന്നും കൂടിയൊക്കെ മെനക്കെട്ടാൽ ഒരു 10 പുസ്തകം എഴുതാം. ഒരു 60-65 വയസ്സ് വരെയൊക്കെ ജീവിച്ചാൽ ഒരു 10 പുസ്തകം എഴുതാം, അല്ലെങ്കിൽ 20 പുസ്തകം എഴുതാം. എന്നേക്കാൾ ഒരു 100 ഇരട്ടി മിടുക്കനായിരിക്കും ഈ ശങ്കരാചാര്യരുടെ ഭരതനുമൊക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ട്, ഒരു 2000 വരെ എഴുതാം, അല്ലെങ്കിൽ 200-ഓ 500-ഓ മറ്റേ എഴുതാം. അതിലപ്പുറമൊന്നും പറ്റില്ല. പക്ഷെ 10,000-കണക്കിന് അതും ശക്തമായിട്ടുള്ള സംഗതികൾ ഇതെങ്ങനെ ചെയ്തു? ഇത് നമ്മുടെ ബോധമില്ലായ്മ എന്നല്ല, നമ്മുടെ പരിമിതിയാണത്. നമ്മൾ എന്തും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. നമ്മുടെ ശേഷി ഇത്രയാണെങ്കിൽ നമ്മളെക്കാൾ ഇത്ര ഇരട്ടി ശേഷി അയാൾക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു യൂണിറ്റ് പണിയെടുത്താൽ അയാള് ആ പറഞ്ഞ ഇരട്ടി, ഇപ്പൊ 10 ഇരട്ടി ശേഷി എന്നാണ് നമ്മൾ സങ്കല്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ 10 യൂണിറ്റ് പണിയെടുക്കും. ഇതാണ് പറഞ്ഞു വരിക അല്ലേ? പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. യുഗങ്ങളെ എന്ന് പറയുന്നതിന്റെ കണക്ക് വായിച്ചെടുത്താൽ തന്നെ അത് മുഴുവൻ കണക്കാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ലപോലെ അധ്വാനിക്കണം. അതൊക്കെ ഓരോ കൽപ്പങ്ങളോ മന്വന്തരങ്ങളോ, ഒരു മന്വന്തരത്തില് എത്ര ചതുർയുഗം വരുന്നുണ്ട്, ആ ചതുർയുഗത്തിൽ ഓരോന്നിലും ഓരോ യുഗത്തിലും കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇതിനൊക്കെ എത്ര വർഷങ്ങളുണ്ടത്? 4:3:2:1. ഇതേ അനുപാതത്തിലാണ് ദശാവതാരം വരുന്നത്. ആദ്യത്തെ 4, പിന്നത്തെ 3, പിന്നത്തെ 2, പിന്നത്തെ 1. ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ എടുക്കുമ്പോൾ ഇതൊന്നും വെറുതെ എഴുതി വെച്ചതാവാൻ വഴിയില്ല. അത് പിന്നീട് വ്യാഖ്യാനങ്ങളൊക്കെ വന്നപ്പോൾ ഒരു പക്ഷെ ചില ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള യുക്തികൾക്കത് കൃത്യമായിട്ട് പിടിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷെ നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം ചരിത്രകാരന്മാര് വസ്തുനിഷ്ഠമായിട്ടുള്ള അപഗ്രഥനം ചെയ്തുകൊണ്ടുവരുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഇതെല്ലാം തെളിയിച്ചു കൊണ്ടുവരുന്നുണ്ട്. എല്ലാം എന്ന് ഞാൻ പറയുന്നത് ഇന്ന് വരെ തെളിയിച്ചിട്ടുള്ള സംഗതികൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ ഹനുമാനാണ് നമ്മുടെ വിഷയം. അതേ സമയത്ത് എന്തുകൊണ്ട് ഹനുമാൻ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി മാറി വാൽമീകിയുടെ രാമായണത്തിൽ? എല്ലാ രാമായണത്തിലും ഈ ഹനുമാൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ഒരു രാമായണത്തിന് ആഞ്ജനേയം എന്ന് പറയുന്നുണ്ട്. വേറൊരു ചില ആളുകൾ രാമായണത്തിന് പൗലസ്ത്യവധം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ചിലര് സീതയുടെ അയനമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ ഓരോരുത്തർക്കും പിടികിട്ടുന്നത് അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ താല്പര്യമുള്ളത് ഓരോ പ്രധാന കഥാപാത്രങ്ങളെ, സംഭവങ്ങളെയാണ്. ഇത് സാന്ദർഭികമായിട്ട് എറണാകുളത്തിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്തയുടെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെ ചിന്തിക്കാൻ എന്നെ തോന്നിച്ചത്. ഇതിപ്പോ വലിയൊരു ചിന്താഗതിയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു വെക്കുന്ന ആർക്കും മനസ്സിലാവാത്തതാണെന്നൊന്നല്ല പറയാം. മനസ്സിലാവായിട്ടുള്ള സംഗതികൾ തന്നെ നമുക്ക് എല്ലാവരും കൂടി ഒന്നും കൂടി പുനർവിചിന്തനം ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊന്ന് നോക്കണം, ഈ പക്ഷി ആരായിരുന്നു? ഒരു അപ്സരസായിരുന്നു. സുവർജല എന്ന പേരുള്ളൊരു അപ്സരസായിരുന്നു. ഈ അപ്സരസ് ശാപം കൊണ്ട് ഒരു പക്ഷിയായിട്ട് ഭൂമിയിൽ വന്നു. സുവർജലയെ കുറിച്ച് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ അങ്ങനെയൊക്കെ പറയാമോന്നറിയില്ല. ഇന്നത്തെ ചില ആളുകളിൽ എന്താ പറയാ, ചില ലിബറേഷൻ മൂവ്മെന്റിന് വേണ്ടി പോകുന്നവര്, മറ്റേ ആക്ടിവിസ്റ്റ് എന്നൊക്കെ. ഞാൻ അതിനെ ഒരു തെറ്റായ അർത്ഥത്തിലല്ല പറയുന്നത്.
മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. വളരെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള എക്സ്യൂബറൻ്റ് ആയിട്ടുള്ള വളരെ പോസിറ്റീവും ആയിരുന്നിരിക്കണം ആ കാലഘട്ടത്തിൽ. കാരണം കാലം മാറുന്തോറും എല്ലാ ജീവജാലങ്ങൾക്കും വരുന്ന ഒരു ഇടിവിനെ പറ്റിയിട്ട് ഭരതൻ അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രം എങ്ങനെ ഉണ്ടായി, നാട്യോൽപത്തി എന്നുള്ള കഥയിൽ പറയുന്നുണ്ട്. ത്രേതായുഗത്തിൽ വേദം മനസ്സിലാക്കാത്ത മനുഷ്യര് അധർമ്മചാരികളായിട്ട് മാറിയപ്പോൾ അവർക്ക് വേദം മനസ്സിലാക്കി സ്വയം ധർമ്മത്തിന്റെ പന്ഥാവിൽ വന്നിട്ട് ചാതുർവർണ്ണയങ്ങൾക്കും ഏതെല്ലാം ധർമ്മങ്ങളാണോ വിധിച്ചിട്ടുള്ളത് അപ്രകാരം ജീവിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഒരു വേദം, അഞ്ചാമതൊരു വേദം ഉണ്ടാക്കി എന്നാണ് പറയണേ. അപ്പോൾ ഒരു ച്യുതി കാലഘട്ടത്തിൽ കൂടെ വരുന്നുണ്ട്. സത്യയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ദ്വാപരയുഗത്തിന് കലിയുഗത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്തുമാത്രം ശോഷണം വരാം എന്ന് നമുക്ക് പഴയ കഥകളും പഴയ സത്യങ്ങൾ, വസ്തുതകൾ എന്നൊക്കെ പറയുന്ന സംഗതികളും ഇന്നത്തെ നമ്മുടെ മനോഭാവവും കൂടി ഒന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇതിന് വേറെ തിരിച്ചിട്ടുള്ള ചില ന്യായങ്ങളുണ്ട്. കലിയുഗം കഴിഞ്ഞു, ദ്വാപരയുഗം കുറച്ച് മുന്നോട്ട് പോയി എന്നൊക്കെ പറയുന്ന കൈവല്യ ധർമ്മം അഥവാ ഹോളി സയൻസ് എന്ന് പറയുന്ന യുക്തേശ്വർ ഗിരി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതും വളരെ അധികം തർക്ക വിഷയമായിട്ട് മാറിയിട്ടുള്ളതാണ്. ഏതായാലും നന്മകളും തിന്മകളും എല്ലാ കാലത്തും ഉണ്ട്. ഈ നന്മ തിന്മ എന്നൊക്കെ പേര് കൊടുക്കുന്നത് അത് ഉപയോഗിക്കുന്ന ആള് ആരാണ്, ആ ആള് ചെയ്യുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഫലം എന്താണ്, സമൂഹം അതിനെ എങ്ങനെ കാണുന്നു, ഇതാണ് എൻ്റെ പ്രധാന സംഗതി. അപ്പൊ ഇവിടെ ഒരു സത്കർമ്മം ചെയ്തതിന്റെ ഫലമായിട്ട് കിട്ടിയ പ്രസാദം അത് ആർക്കൊക്കെയാണോ കൊടുക്കേണ്ടത് ആളുകൾക്കൊക്കെ കൊടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരംശം ഈ പക്ഷിക്ക് കിട്ടി. ഈ പക്ഷി വളരെ അധികം എക്സ്ട്രാ സ്മാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അപ്സരസായിരുന്നു. ചിലതൊന്നും ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറയുന്ന ആളുകളില്ല. അതുമാതിരി ഒരു രക്ഷയെന്ന് വിചാരിച്ചോളൂ. ബ്രഹ്മാവ് ഒരിക്കൽ എന്തോ ഒരു സംഗതി കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്, അങ്ങനെയാണ് പുസ്തകത്തിൽ കിട്ടുന്നുള്ളൂ. ഇനി ഡീറ്റെയിൽ ഉണ്ടോ എന്നറിയില്ല. ഏതായാലും ഇത്രയാണ് അതിൽ കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ അതനുസരിക്കാതെ സുഹൃത്തില സ്വന്തം ഇഷ്ടത്തിന് മുന്നോട്ട് പോയി. ഇതിൽ ദേഷ്യം വന്ന് ബ്രഹ്മാവ് ശപിച്ചു, നീ ഭൂമിയിൽ പക്ഷിയായിട്ട് അവതരിക്കണം. ഈ പക്ഷിയാവാൻ പറഞ്ഞത് എന്താ, ഈ പൊതുവെ റെസ്റ്റ്ലെസ്നെസ് റെസ്റ്റ്ലെസ്നെസ് എന്ന് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ട് പറയുമ്പോൾ കേട്ടോ, മറ്റു മൃഗങ്ങളുടെയൊക്കെ സ്വഭാവം നമ്മളാണല്ലോ നിശ്ചയിക്കണേ മനുഷ്യര്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ മറ്റു മൃഗങ്ങളോട് ചോദിച്ചറിയാം ഈ മനുഷ്യന്റെ സ്വഭാവത്തിനെ പറ്റിയിട്ട് എന്താ മൃഗങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത്. തമാശയായിട്ടൊരു കാര്യം ഞങ്ങളുടെ പ്രൊഫസർ പറയാറുള്ളത്, പിന്നീട് ഒരു കാർട്ടൂണായിട്ട് വരെയുണ്ടായി. ഈ പരീക്ഷണശാലയിലെ മൃഗങ്ങളെ ഇട്ടുമല്ലോ, ഈ എലികളെയൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടും. അപ്പോൾ ഒരു കൂടിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് ചെറിയ വാതിലുകളുണ്ട്, രണ്ട് എലികളും അതിലുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം ഒരു വാതിലൊക്കെ വെച്ചു കൊടുക്കുക. അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഈ എലി അത് വന്ന് എടുക്കാൻ നോക്കുമ്പോൾ ഈ ശാസ്ത്രജ്ഞൻ എന്തെങ്കിലും ചെയ്ത് ചെറിയൊരു ഷോക്ക് കൊടുക്കും. ആദ്യം ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കുമ്പോഴാണ് ഈ എലി വരണേ. അത് തിന്നാൻ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു ഷോക്ക് കൊടുക്കും, അയാൾ പിന്നാക്കം പോകും. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ വാതിലിലും അതുമാതിരി തന്നെ ഒരു ബെല്ലടി കേൾക്കുമ്പോൾ അവിടെ വരും. അവിടെ വരുമ്പോൾ ഭക്ഷണം കൊടുക്കും, ഷോക്ക് അടിപ്പിക്കില്ല. അങ്ങനെ ഈ മൃഗത്തിന് ട്രെയിൻ ചെയ്തേക്കാണ് ഈ ശാസ്ത്രജ്ഞൻ. അതായത് ഇവിടെ വന്നാൽ അതിന് ഭക്ഷണം കിട്ടും, എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ വരേണ്ടത്, മറ്റോടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഷോക്ക് കിട്ടും എന്ന് മനസ്സിലാക്കുമ്പോൾ, ഇത് ഈ റിഫ്ലെക്സിന്റെ തിയറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കഥയാണ്. പക്ഷെ എൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടൂണായപ്പോൾ ഈ എലികൾ തമ്മിലുള്ള സംസാരവും സയന്റിസ്റ്റിനെ അപ്പുറത്ത് നിർത്തിയിട്ടുള്ള എലികളുടെ സംസാരമായി ഈ കാർട്ടൂണിൽ. അപ്പോൾ ഒരു എലി മറ്റേ എലിയോട് പറയണം, നോക്കിക്കോട്ടെ ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാള് ഭക്ഷണം എടുത്തിട്ട് അപ്പം ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം അയാളവിടെ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ ട്രെയിനിങ് കൊണ്ട് അപ്പുറത്തെ വാതിലിലേക്ക് വരണം എന്ന് ട്രെയിൻ ചെയ്തത് ഈ സയന്റിസ്റ്റാണ് എന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. പക്ഷെ എലി പറയുന്നത് ഞാൻ അയാളെ ട്രെയിൻ ചെയ്തത്, ഞാൻ ഇവിടെ ചെല്ലുന്ന സമയത്ത് അയാൾ ഭക്ഷണം തരില്ല, അവിടെ തന്നു എന്ന് പറയുമ്പോഴേക്കും അയാൾ എന്തോ പിൻവലിക്കും, അയാൾക്ക് തരാൻ തോന്നില്ല, അപ്പം ഞാൻ ഇപ്പുറത്ത് പോകും, അപ്പം അയാൾ എനിക്ക് തരും. ഞാൻ അയാളെ പഠിപ്പിച്ചു, ആരെ ശാസ്ത്രജ്ഞനെ പഠിപ്പിച്ചു, ഞാൻ അവിടെ ചെന്നാലാണ്
എനിക്ക് ഭക്ഷണം തരേണ്ടതെന്ന്. രണ്ട് വ്യത്യസ്ത വ്യൂ ഞാൻ പറയാം. അപ്പൊ ഈ പക്ഷിയാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പാറി പറന്ന് നടക്കുക, അതായിരുന്നല്ലോ സ്വഭാവം സുഹൃത്തുക്കളുടെ. അങ്ങനെ പാറി പറന്ന് മതിയാവട്ടെ. പക്ഷെ ഈ ശാപം കിട്ടിയപ്പോൾ സുഹൃത്തുക്കള് വളരെ വിഷമിച്ച് ഉടനടി ഈ തൻ്റെ തെറ്റിന് ഉള്ള പരിഹാരം, പശ്ചാത്താപം കൃത്യമായിട്ട് പറഞ്ഞു. ചെയ്ത് തെറ്റാണ്, ഞാൻ അങ്ങനെ വേണ്ട എല്ലാ സംഗതികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്രഹ്മാവ് പറഞ്ഞു നിവൃത്തിയില്ല, അങ്ങനെ ശാപം വന്നുപോയി, അതെല്ലാം നീതിയുടെ ഒരു കളിയാണ്, ഞാനടക്കം എല്ലാം അതിന് വശമതരാണ്. അപ്പൊ നമുക്കത് അനുഗ്രഹമായിട്ട് എടുക്കൂ, അത് ഒട്ടും വിഷമിക്കേണ്ട. പോയി. പക്ഷെ ഈ പക്ഷിയും എപ്പോഴും ധൃതിയിലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ പായസം കിട്ടിയാൽ അത് കൊണ്ട് രക്ഷപ്പെടാമല്ലോ എന്നുള്ള ഒരു ചിന്തയില്, തെറ്റ് പറയാൻ നിർത്തിയില്ല അല്ലെ, നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യണേ. അങ്ങനെ ഈ പക്ഷി ആയത് മുതൽക്ക് ഈ അയോധ്യയുടെ ചുറ്റും കറങ്ങി നടന്നിട്ട് ആ ഒരു ദിവസം വന്നപ്പോഴാണ് ഈ അവസരം കിട്ടിയത്. ഒട്ടും അവസരം പാഴാക്കിയില്ല. അത് കൊത്തിക്കൊണ്ട് അവിടെ നിന്ന് പറന്നു പോയി. ആ പറന്നു പോയ പക്ഷിക്ക് എന്ത് സംഭവിച്ചു? അത് കൊത്തിക്കൊണ്ടുപോയ ആ ദിവ്യമായിട്ടുള്ള പ്രസാദത്തിന് എന്ത് സംഭവിച്ചു? അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കഥ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിലാണ്. ഈ പറന്നു പോയ സുവർജന എന്ന് പറയുന്ന അപ്സരസ് പക്ഷി രൂപത്തിൽ പറന്നു പോകുന്ന വഴിക്ക് ഈ പായസം കിട്ടിയത് രണ്ട് തരത്തില് ഉള്ള കഥ കാണാനുണ്ട്. ഈ പറന്നു പോകുന്ന വഴിക്ക് അപ്സരസായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും ആ സമയത്ത് പക്ഷിയായിരുന്ന ആ കൈകളിൽ അല്ലെങ്കിൽ കാലുകളിൽ പിടിച്ചിരുന്ന ആ പ്രസാദം താഴേക്ക് ഉയർന്നു വീഴുകയും ചെയ്തു എന്നും, വേറെ ഒന്ന് ആ പായസം കിട്ടിയ ഉടനെ തന്നെ അപ്സരസായിട്ട് മുകളിലേക്ക്, അപ്സരസുകൾക്കും പറക്കാനൊക്കെ സാധിക്കും, ഗന്ധർവന്മാർക്കൊക്കെ പറക്കാൻ സാധിക്കും. ആ കാര്യങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യേണ്ടപ്പോഴായാലും അതിന്റെ സങ്കല്പങ്ങളും വേറെയാണ്. മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറെയൊക്കെ പലരും പറഞ്ഞു മനസ്സിലായിരുന്നത് വേറെ കാര്യം. ഏതായാലും അങ്ങനെ ഭൂമി വിട്ട് പറക്കുന്ന സമയത്ത് അത് അപ്സരസായിട്ട് മാറിയിട്ട് പറക്കുന്നതിനുള്ള അപ്സരസായെന്നുള്ള പ്രസക്തിയുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ വരുന്ന സമയത്ത് താഴെ ഈ പായസം വീഴരുത്, കാരണം ഇത് ശിവന്റെ തേജസ്സാണ്. അതാണ് അഗ്നിദേവൻ കൊടുത്തത്. ശരിക്ക് ആ തേജസ് പായസ രൂപത്തിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ആ ഒരു വളരെ പവിത്രമായിട്ടുള്ള പ്രസാദത്തിലേക്ക് മാറ്റി അത് കഴിച്ച് കുട്ടികളുണ്ടാവും എന്നുള്ള ആ ഒരു നിഗമനത്തിലാണ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പരമശിവനാണ് ചെയ്തിരിക്കുന്നത്. വേറെ സാധാരണ നമുക്ക് പറയാവുന്ന ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റ് അർത്ഥം. അങ്ങനെ കൊണ്ടുപോകുന്ന അവസരത്തില് ഇത് താഴേക്ക് വീഴുമ്പോ ശിവൻ വായുവിനോട് പറഞ്ഞു, വായുദേവ, അങ്ങയുടെ സാമ്രാജ്യത്തിൽ കൂടെ അല്ലെങ്കിൽ അങ്ങയ്ക്ക് അധികാരമുള്ള ആ ഒരു പ്രവിശ്യയിൽ കൂടെ ആണ് പായസം സഞ്ചരിക്കുന്നത്, ഇത് ഭൂമിയിൽ തുടരുത്, അങ്ങ് ഒരു വേണ്ടത് ചെയ്യണം. എന്തുകൊണ്ട് ഭൂമിയിൽ തുടരുത് എന്നോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഉള്ള വിസ്തരിച്ചൊന്നും അവിടെ പറയുന്നില്ലെങ്കിലും ശിവന്റെ തേജസ് വന്ന് പതിക്കുന്നത് അത് ഉദ്ദേശിച്ച സ്ഥലത്തായിരിക്കണം, സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള ആ ഒരു ദൗത്യത്തോടു കൂടി വായു നേരെ ചെന്നത് കയ്യിലെടുക്കുക. വായു അത് പതുക്കെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് പോയി വായു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കില്ല. അത് ഒട്ടും ചെതറി പോവാതെ കണ്ട്, എവിടെയും വീണുപോവാതെ കണ്ട് ഭൂമിയിൽ താഴുന്നതിന് മുമ്പ് അദ്ദേഹം കയ്യിലേക്ക് മേടിച്ചു. ആ മേടിച്ച് പിന്നെ അത് സൂക്ഷിച്ചുകൊണ്ട് പോകണം അല്ല, എവിടെയെങ്കിലും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഏതെങ്കിലും സ്ത്രീയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ സ്ത്രീ ഭാവമുള്ള ദേവതകളുടെ കയ്യിലേക്ക് എത്തിക്കണം. അങ്ങനെ നോക്കിയപ്പോഴാണ് ജലത്തിന്റെ മുകളില്
അഞ്ജനി എന്നും പറയുന്നുണ്ട്, അഞ്ജന എന്നും പറയുന്നുണ്ട്. അത് വേറൊരു അപ്സരസാണ്. പുഞ്ചികസ്ഥല എന്ന പേരുള്ള ഒരു അപ്സരസ്. അതല്ല, പേര് അഞ്ജനി തന്നെയായിരുന്നു എന്നും പറയുന്നുണ്ട്. രണ്ടായാലും നമുക്ക് വിരോധമില്ല. ഒരു അപ്സരസ് ഈ മറ്റേ അപ്സരസിന്റെ പോലെ തന്നെ, സുവർഗരയുടെ പോലെ തന്നെ എന്തോ അപകടം കാണിച്ച് ശാപം കിട്ടി. ആ ശാപം കിട്ടിയപ്പോൾ പറഞ്ഞു, നീ ഭൂമിയിൽ പോയി ജീവിക്കണം. എന്നാണോ ഈ പുത്രകാമേഷ്ടി യാഗം നടത്തി ദശരഥ മഹാരാജാവ് പത്നിമാർക്ക് കൊടുക്കുന്ന ആ പ്രസാദം ഭക്ഷിക്കാൻ സാധിക്കുന്നത്, അന്ന് നിനക്കൊരു സത്പുത്രൻ ഉണ്ടാവും, നിനക്ക് തിരിച്ചു വരികയും ചെയ്യാം എന്നാണ്. ആ അഞ്ജനി വിവാഹം ചെയ്തിരുന്നത് കേസരി എന്നുള്ള ഒരു വാനര രാജാവിനാണെന്ന് പറയുന്നു. പക്ഷെ പല പുരാണങ്ങളിലും കേസരിക്ക് വാനരത്വം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു രാജഋഷി എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ രാജഋഷി എന്നുള്ള ഭാവത്തിലാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നു. നമുക്ക് ചിത്രത്തിലെ കാണാം, അദ്ദേഹത്തിനും കൊട്ടാരമുണ്ട്. പക്ഷെ ഈ വാനര രൂപം എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള പട്ടാലിയുണ്ട്, സുഗ്രീവനുണ്ട്, വളരെ കേമന്മാരായിട്ടുള്ള ആർക്കിടെക്ട്സ് ഉണ്ട്, നളൻ നീലൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, യുദ്ധപ്രവീരനായിട്ടുള്ള ബാലിപൂർണ്ണ അന്തകനുണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്. ഈ വാനരഭാവം എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത് വ്യക്തമാവാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു സ്ലൈഡിൽ ഈ ഉൽപ്പത്തിയുടെ ഒരു ചെറിയ ചാർട്ട് കൊടുത്തിരുന്നു, എങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഉണ്ടാവുന്നതെന്നുള്ളത്. അപ്പൊ അവരുടെ ഓരോരോ തരത്തിലുള്ള ഏത് യോനിയിൽ നിന്ന് വന്നു ആ ഒരു സ്വഭാവം കിട്ടും എന്നുള്ളത് പോലെ തന്നെ എന്താണോ അവർക്ക് നിയതി നിശ്ചയിച്ചിരിക്കുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിക്ക് പറ്റിയ ആളുകളായിരിക്കും അവര്. ആ ഭാവത്തിന് നമ്മൾ അലകാരിക്കലായിട്ട്, അതായത് ആ പ്രധാന വസ്തുവിന്റെ പുറത്തു നിന്നുകൊണ്ട് ഉള്ള ഒരു ചിന്താഗതിയിൽ ആലങ്കാരികമായിട്ട് മറ്റു രൂപം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം ഇത്. രണ്ടായാലും ആ സങ്കല്പമാണ് ഏറ്റവും മഹത്തായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്, പകർന്നു കൊടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള അഞ്ജനയുടെ പുത്രൻ ആഞ്ജനേയൻ, കേസരി നന്ദനൻ എന്നും പറയുന്നുണ്ട്. വളരെ വ്യക്തമാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എല്ലാവരും ചിന്തിക്കുന്നതിനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ഒരേ പായസത്തിന്റെ അല്ലെങ്കിൽ ഒരേ പ്രസാദത്തിന്റെ അംശമാണ് കൗസല്യ, കൈകേയി, സുമിത്ര, അഞ്ജന അഥവാ അഞ്ജനി ഭക്ഷിച്ചിട്ടുള്ളത്. ഇവർക്കുണ്ടായിട്ടുള്ള പുത്രന്മാര് തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് നോക്കുമ്പോൾ രാമനും, അതായത് ശ്രീരാമദേവനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും തമ്മിൽ സഹോദരന്മാരോ അല്ലെങ്കിൽ അർദ്ധ സഹോദരന്മാരോ ഒക്കെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേ സ്ഥാനം തന്നെയല്ലേ ആഞ്ജനേയനും വരേണ്ടത്. ഇത് ഇത്ര വലിയ യുക്തിയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കേണ്ടതെന്നല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. നിങ്ങളൊന്ന് കർക്കിടക മാസത്തിലെ എല്ലാ കാര്യത്തും നമ്മൾ പലതും വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നത് പോലെ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചു, ഓർത്തു, അല്ലെങ്കിൽ ഓർത്തു പങ്കുവച്ചു, ഇത്രയേ ഉള്ളൂ. ഇപ്പോ വിഷ്ണുവിന്റെ മനുഷ്യ അവതാരമാണ്, അത് സമ്പൂർണ്ണ മനുഷ്യ അവതാരമാണ്. പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയില് പരിമിതികളുണ്ട്. അത് നമുക്ക് രാമായണത്തിലെ ശ്രീരാമന്റെ ജീവിതം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന സംഗതിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സഹായത്തിന് ഒരുപാട് ആളുകൾ വിഷ്ണുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ വേണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് രണ്ടാമതൊന്നും കൂടി എടുത്തു പറയുകയാണ്. ഉൽപ്പത്തിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പലപ്പോഴും ഇവരെ കൊണ്ട് പല വിധത്തിൽ ഉപകാരം വരും. രാക്ഷസന്മാര് അല്ലെങ്കിൽ അസുരന്മാര്, ദേവന്മാര് എന്നെല്ലാം നമ്മളെ കണ്ടില്ലേ. ദാനവന്മാര്, ദൈത്യന്മാര്, അങ്ങനെയുള്ള ആളുകള്, അതിഥിയുടെ പുത്രന്മാരായിട്ടുള്ള ദേവന്മാര് അല്ലെങ്കിൽ ആദിത്യന്മാര്, മരുത്തുക്കളുണ്ടായിരുന്നു. പലതരത്തിലുള്ള സസ്യമൃഗാദികളും എല്ലാം ഒരു കോമൺ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഭാഗത്തു നിന്ന് തന്നെയാണ് വരുന്നത്. ഒരേ പിതൃത്വവും വ്യത്യസ്ത മാതൃത്വവും ഉള്ള ഒരു ഫാമിലി എന്ന് വേണമെങ്കിൽ, ഒരു കുടുംബം എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. അപ്പൊ നിങ്ങളെ ഓർച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള പ്രായോഗികമായിട്ടുള്ള ബന്ധം എന്ത്? ശ്രീരാമൻ വിഷ്ണുവിന്റെ പുരുഷ മനുഷ്യ അവതാരമാണെങ്കിൽ ലക്ഷ്മണൻ അനന്തനാണ്.
മഹായാഗരാജൻ തന്നെയാണ്. ഭരതശത്രുഘ്നന്മാര് ശംഖചക്രങ്ങളായിട്ട് കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹനുമാൻ ഏതിൽ പെടുത്തും? ഇവർക്കെല്ലാമുള്ള ശക്തി ഹനുമാനുണ്ട്. എന്നാൽ ഇവരെല്ലാവരും കൂടി ചേർന്നാലത്തെ ശക്തിയും ഹനുമാനുണ്ട്. അപ്പൊ ഈ 4 പേരുടെയും കൂടി യഥാർത്ഥ ശക്തിയെ ക്രോഡീകരിച്ചെടുത്ത് ഭരതൻ രാജ്യം ഭരിച്ചു. ശത്രുഘ്നൻ ഭരതനെ അനുസരിച്ചു നിന്നു. ലക്ഷ്മണൻ സീതയ്ക്കും രാമനും കാവലായിട്ട് പോയി. രാമൻ നടന്ന് രാവണ നിഗ്രഹം ചെയ്തു. വേറെ പല നല്ല കാര്യങ്ങളും ചെയ്തു. അല്ലെങ്കിൽ ആ കാലത്ത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു. ഇത് എല്ലാത്തിൻ്റെയും ഒരു കോർഡിനേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കാം ഹനുമാനും ശ്രീരാമ ലക്ഷ്മണന്മാരും തമ്മിൽ കണ്ടുമുട്ടിയത് യാദൃശ്ചികം അല്ല. കഥയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ കഥ എടുത്തിട്ട് അതിൻ്റെ ഒരു യുക്തിയുടെ വഴിയിൽ കൂടെ ഒരു മാസ്റ്റർ പ്ലാനിൽ കൂടെ, ഈശ്വരന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിൽ സാധാരണക്കാർക്ക് നിർത്തിട്ട് മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാണ്. ഈശ്വരന്റെ പ്ലാൻ തന്നെ അതിൽ സംശയമൊന്നുമില്ല. ആ പ്ലാൻ ഇതിൽ കൃത്യമായിട്ട് ഈ സംഗതികൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഘടിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. വെറുതെ കവിത എഴുതിയെന്നോ അല്ലെങ്കിൽ കാവ്യാത്മകമായിട്ടൊരു കഥ എഴുതിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഘടന അതിൽ വരാൻ സാധ്യതയില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അവര് ഇന്നും നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പല പ്രേരണകളും വെച്ചിട്ടാണ് കഥ എഴുതുന്നതും കവിത എഴുതുന്നതും ചിത്രം വരയ്ക്കുന്നതൊക്കെ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു, കഥായുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ ധർമ്മച്യുതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് കാണുന്ന അത്ര ഒരു ശ്രുതി ഉണ്ടായത്. ശ്രുതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അതായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വന്നിട്ടുള്ള നഷ്ടങ്ങളെ കുറിച്ചാണ്. അത് ഇന്നുള്ളവർക്ക് നഷ്ടമാണോ ലാഭമായിട്ടാണോ കണക്കാക്കുന്നത് എന്നുള്ളത് അറിയില്ല. അതിന്റെ ഒരു മൊത്തത്തിലുള്ള അപഗ്രഥനത്തില് മൊത്തത്തിൽ വീക്ഷിക്കുന്ന ഒരാൾക്ക്, അതാണ് ദിക്പാലകന്മാര്, ഇന്ദ്രാദി ദിക്പാലകന്മാര് എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഓരോ മന്വന്തരത്തിനും ചാർജുള്ള ഇന്ദ്രാദി ദിക്പാലകന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അടുത്ത മന്വന്തരത്തിലെ മഹാബലിയാണ് ഇന്ദ്രൻ. ഇപ്പോഴുള്ള ഇന്ദ്രന്റെ പേരാണ് പരമ്പരം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾ അവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളാണ്. അതൊക്കെ നമുക്ക് പ്രധാനമന്ത്രി എന്നോ ആഭ്യന്തരമന്ത്രി എന്നോ ഇങ്ങനെയൊക്കെ പറയാവുന്ന മാതിരിയുള്ള മന്ത്രി പോസ്റ്റുകൾ പോലെ ഉള്ള സംഗതികളാണ്. അപ്പൊ ഈ ശ്രീരാമനും ഇവരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഈ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടുപോയിട്ടുള്ള കഥകളൊന്നും പറയേണ്ടത് ചിത്രങ്ങളോ അങ്ങനെ നോക്കി വന്നപ്പോൾ വെറുതെ തെരഞ്ഞു നോക്കിയാൽ മറ്റുള്ള കാര്യം നമുക്ക് തരാമല്ലോ. ശ്രീരാമനും ഹനുമാനും കുട്ടികളായിരിക്കുന്ന സമയത്ത് തമ്മിൽ ഒത്തുചേർന്ന് കളിക്കുന്ന ഒരു ചിത്രം ഉണ്ട്. ആ ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഈ സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ളൊരു സ്ലൈഡാണ്. അതും കൂടി കണ്ടിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. ശ്രീരാമ ഹനുമൻ സമാഗമം എത്രയോ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇതൊരു ചിത്രകാരന്റെ ഭാവനയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇവരെ മനസ്സിലാക്കണമെങ്കിൽ നിറം കൊണ്ട് മനസ്സിലാക്കാം. ആ കഥാപാത്രത്തിനുള്ള പ്രത്യേകത, ഹനുമാന് ഒരു വാനരത്വം കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇത്രയും കുട്ടിക്കാലത്ത് ഇവർ ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുമെന്ന്. അതിലല്ല പ്രസക്തി. ചിത്രകാരൻ തരുന്ന സൂചനകള് ആ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാനാണ്. പക്ഷെ വളരെ ചെറിയ കുട്ടികളാണ്. പരസ്പരം വളരെ നിഷ്കളങ്ക ഭാവത്തോടു കൂടി അവര് പരസ്പരം പെരുമാറുന്നു എന്നുള്ള ആ സംഗതിയെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ തൊട്ടടുത്ത് വരുന്ന ചിത്രം എത്രയോ കാലങ്ങൾക്ക് ശേഷവും ആ ആത്മബന്ധം രാമനും ഹനുമാനും ശ്രീരാമദേവനും ആഞ്ജനേയ സ്വാമികളും നിലനിർത്തി പോന്നിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാന സംഗതി. ചിത്രകാരന്റെ ഭാവനയിൽ വരാവുന്ന മാറ്റങ്ങൾ പലതുമുണ്ടെങ്കിലും അവർ നമുക്ക് സൂചനകളിലൂടെ കാണിച്ചു തരുന്നത് അത് ആരെല്ലാമാണെന്നും അവരുടെ ബന്ധതലം ഏത് തലത്തിലുള്ളതാണെന്നാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം.
വളരെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭയം അകലാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിരിക്കുന്ന കാലത്ത് എന്ന് വേണ്ട ഇപ്പോഴും ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഉറങ്ങുന്നതിന് മുമ്പ് ആലത്തൂരൻ ഹനുമാനെ പേടി സ്വപ്നം കാണിക്കല്, പേടി സ്വപ്നം കണ്ടാൽ വാലുകൊണ്ട് അടിച്ചുണർത്തണേ എന്നൊക്കെ പറയും. ആലത്തൂരെ മാത്രം ഹനുമാനാണ് എന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഹനുമാൻ ഒരു സ്ഥലം കൊടുക്കണമല്ലോ, ഒരു അഡ്രസ്സ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നുള്ളവർ അവിടെയുള്ള ആളുകൾ ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ നമ്മൾ ഈ കുട്ടിക്കഥകളിൽ കൂടെ കൃഷ്ണന്റെ പോലെ തന്നെ മനസ്സ് വളരെ നമ്മളെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ പല തരത്തിലും നമുക്ക് ആ രൂപത്തോട് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ പലതും ചെയ്യുന്ന, ഭയത്തേക്കാൾ ഉപരി അല്ലെങ്കിൽ ഭയത്തെ ഹനിക്കുവാൻ പര്യാപ്തമായിട്ടുള്ളൊരു ശക്തി എന്നതിലുപരി ഒരു തമ്മിൽ എന്തൊരു ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും. ഞാനിത് ഒരാളോട് പറഞ്ഞു താൻ ഈ ബയോളജിയൊക്കെ പഠിച്ചിട്ട് പിന്നിലേക്ക് പോകുമ്പോൾ തൻ്റെ പൂർവികന്മാരെയൊക്കെ വളരെ പിന്നാക്കളുടെ പൂർവികന്മാരെന്നാൾ ഒന്നും കൂടി അടിവരായിട്ടൊക്കെ പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിലുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങൾ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വരുമ്പോൾ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതിലെല്ലാം ഉപരി നമുക്ക് വായിച്ച് അറിവ് കിട്ടുമ്പോൾ ഉള്ളിലുള്ളതായിട്ടുള്ള ചില സംഗതികൾക്ക് ചില പോളിഷ് കൊടുക്കുമ്പോൾ പിന്നെ ഈ വായനയുടെ സംഗതിയുമല്ല, പോളിഷ് ചെയ്ത സംഗതിയുമല്ല, അല്ലാതെ ചില സംഗതികൾ നമുക്ക് ഉള്ളിലേക്ക് വീണ് കിട്ടും. ഇതിന് എല്ലാത്തിനും കൃത്യമായിട്ടൊരു ഭൗതികശാസ്ത്ര ന്യായം പറയാനൊന്നും സാധ്യമല്ല, ഒരു ഫീല് നമുക്ക് കിട്ടുന്നുള്ളത്. പക്ഷെ പലപ്പോഴും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു ഫീല് അല്ലെങ്കിൽ ഒരു ചിന്ത ഉള്ളിൽ വന്നത് തെറ്റായിരുന്നില്ല എന്ന്. അങ്ങനെ ഒരു സംഭവമാണ് ഈ പഞ്ചമുഖ ഹനുമാൻ. നമ്മുടെ ഈ പരമ്പരയുടെ ആദ്യ ഭാഗം തുടങ്ങുമ്പോൾ ഞാൻ എറണാകുളത്ത് എൻ്റെ പരിസരത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ഭാഗം കാണിച്ചു. വളരെ വിഷമമുണ്ട് അങ്ങനെ ആളൊഴിഞ്ഞൊരു ഭാഗം കാണുക, തൊഴാൻ പോകുന്നവരെയൊക്കെ വളരെ കൃത്യമായിട്ട് സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അത് നിയമവശമാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഹനുമാൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ആ ചിത്രം മനസ്സിൽ കിട്ടിയപ്പോൾ ഒരു ഹനുമാന്റെ ഏകമുഖമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എന്തോ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആലോചിച്ച് ഇരുന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു ഹനുമാന് 5 മുഖമുള്ളതായിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്, പഞ്ചമുഖ ഹനുമാൻ. അപ്പം അതെന്താന്ന് മുമ്പ് നോക്കിയിട്ടുള്ളതിനെ ഒന്നും കൂടി വീണ്ടും പൊടി തട്ടിയൊക്കെ എടുത്തപ്പോഴാണ് കുറച്ചും കൂടി സംഗതികൾ കിട്ടിയത്. അതാണ് കാര്യമായിട്ട് നമുക്ക് ഭക്തജനങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. കേസരി തനയനാണ്, അഞ്ജനയുടെ പുത്രനാണ്, ശിവന്റെ അവതാരം, മഹേശ്വരന്റെ അവതാരമാണ്. ഇതെല്ലാം നമുക്ക് അറിയാം. ആ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 5 മുഖം എന്നുള്ള സങ്കല്പം നമുക്ക് കിട്ടുന്നുണ്ട് ആഞ്ജനേയരുടെ പിതൃഭാവത്തിന് അർഹനായിട്ടുള്ള മഹേശ്വരനായിട്ടുള്ള ശിവനും. പഞ്ചമുഖ ശിവനുണ്ട്, ഇവിടെ പഞ്ചമുഖ ഹനുമാനുണ്ട്. ഇത് ചില ആളുകൾ വിരാട് രൂപം എന്നും പറയുന്നുണ്ട്. ഏതായാലും ആ രൂപത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ 5 എന്നുള്ളൊരു സങ്കല്പം വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഈ പഞ്ച അല്ലെങ്കിൽ 5 എന്ന് ചേർത്ത് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെയും ജയിച്ച അല്ലെങ്കിൽ അത്രയ്ക്കും അധികം ആത്മസംയമനം വന്നിട്ടുള്ള ഒരു യോഗീഭാവം ഉള്ള അവസ്ഥ എന്ന് ഒരു വ്യാഖ്യാനം പറയാറുണ്ട്. എങ്ങനെയായാലും ഇതിൽ സങ്കല്പങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 തലകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന് ആദിവരാഹമൂർത്തിയുടെ രൂപം, അത് വടക്കോട്ട് തിരിഞ്ഞാണ്. നരസിംഹമൂർത്തിയുടെ മുഖം തെക്കോട്ട് തിരിഞ്ഞിട്ടാണ്. ഗരുഡൻ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ്. ഹയഗ്രീവൻ ആകാശത്തേക്കും ഹനുമാൻ സ്വാമിയുടെ സ്വന്തം മുഖം കിഴക്കോട്ടും തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള സങ്കല്പങ്ങളാണ്. ഇതിനെ പറ്റിയിട്ട് എന്ത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എങ്ങനെ സാധാരണക്കാരന് വേണ്ടി നമുക്ക് വ്യാഖ്യാനിക്കാം? ഇതൊക്കെ ഒരു അലഗോറിക്കൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കവിതാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള സംഗതികളുടെ പുറത്തേക്ക് കടന്നിട്ട് കാവ്യഭാവനയോടുകൂടി വിസ്തരിക്കുന്ന സമ്പ്രദായം എന്ന് പറയാം.
പക്ഷെ അത് വളരെ ആവശ്യമാണ്. വേദകാലഘട്ടത്തിലത്തെ എല്ലാ സാഹിത്യങ്ങളും ഗ്രന്ഥങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എന്തിനു വേണ്ടു, രസവാദ വിദ്യ എന്ന് പറയുന്ന ആൽക്കമിയില് ശിവൻ മെർക്കുറിയാണ്, ദേവി സൾഫറാണ്. എന്തുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടി ബന്ധിച്ച് പറയുന്നു എന്ന് നമുക്ക് ആൽക്കമിയിൽ നിന്ന് മാറി കെമിസ്ട്രിയിലേക്ക്, അതായത് രസവാദ വിദ്യയിൽ നിന്ന് മാറി രസതന്ത്രത്തേക്ക് വന്നാലും അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. മെർക്കുറി സ്റ്റെബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് ഫോമിൽ സോളിഡ് ഫോമിലും ഒക്കെ കൂടി ഒന്നായി നിൽക്കുന്ന ഒരു മെർക്കുറിയെ അതിൻ്റെ ഒരു കൂടുതൽ സ്ഥിരാവസ്ഥയിലേക്ക്, ഒരു സോളിഡിഫിക്കേഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സൾഫർ ഉപയോഗിക്കണം. ആ ശക്തി ഈ മാറ്ററിൻ്റെ കൂടെ കൂടുമ്പോൾ, ഈ വസ്തുവിൻ്റെ കൂടെ കൂടുന്ന സമയത്താണ് അതിന് സ്റ്റെബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു പുരുഷത്വം, ഒരു സ്ത്രീത്വം, അല്ലെങ്കിൽ അർദ്ധനാരീശ്വര രൂപത്തിൽ നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ അതിൽ മെർക്കുറിയുടെയും സൾഫറിൻ്റെയും റോൾ ഉണ്ട് എന്നുള്ളൊരു കണക്ഷൻ, ഒരു ബന്ധം സ്ഥാപിക്കുന്നത് വേദകാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ആ ഭാഗത്തു നിന്നെല്ലാം ധാരാളം അറിവുകൾ കിട്ടി വന്നിട്ടുള്ള ആൽക്കമി, രസവാദ വിദ്യയുടെ സങ്കല്പങ്ങളിലെല്ലാം കാണാം. അത് വേറൊരു സങ്കല്പമല്ല, കൃത്യമായിട്ടൊരു കെമിസ്ട്രി തന്നെ അതിലുണ്ട്. പക്ഷേ ദേവതാ സങ്കല്പങ്ങൾ വേർതിരിച്ചല്ല ഇതൊന്നും പറഞ്ഞിരുന്നത്. ആ തരത്തിൽ ഉള്ള ഒരു വ്യാഖ്യാനം, ആ തരത്തിലുള്ള ഒരു ചിത്രമാണ് ഹനുമാന്റെ പഞ്ചമുഖ സങ്കല്പം എന്നുള്ള ഒരു രീതിയിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില സംഗതികളൊക്കെ കാണാം. ഈ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ടതായിട്ടുള്ള അതിൻ്റെ താന്ത്രികമായിട്ടുള്ള വൃത്തികൾ, അതെല്ലാം അവിടെ ഉണ്ടാവും. ഇതിനെല്ലാം അപ്പുറം ഒരു സാധാരണക്കാരനെ ഇതെങ്ങനെ ബാധിക്കും, ഈ 5 മുഖം ഉണ്ട് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു അലഗോറിക്കൽ എക്സ്പ്ലനേഷൻ. കൃത്യമായിട്ട് ചില സംഗതികൾ ഉണ്ടെങ്കിലും ആ വസ്തുതയുടെ പുറത്ത് കിടന്നുകൊണ്ട് കുറച്ച് കവിതാത്മകമായി ആലങ്കാരികമായിട്ട് ചില സംഗതികൾ പറയുമ്പോൾ അത് പല ആളുകളുടെയും ഉള്ളിലേക്ക് പോവും എന്നുള്ളത് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളതല്ല. വൈദികകാല സാഹിത്യത്തിൻ്റെ സ്ട്രക്ചറിങ്ങിൽ, അതിൻ്റെ രൂപപ്പെടുത്തുന്നതിൽ അത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെയും ജയിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനാവസ്ഥയിലിരിക്കുന്ന രൂപം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വിഷയം ഹനുമാനിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു പോകേണ്ട ആവശ്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു ഉപരിപ്ലവമായിട്ട് എന്താണ് സംഭവിച്ചത്, ഈ രൂപം വരാൻ കാരണം എന്താണ്, ആ രൂപത്തിനെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഞാനല്ല ആദ്യമായിട്ട് വ്യാഖ്യാനിക്കുന്നത്, പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ വിധത്തിൽ എനിക്ക് എൻ്റെ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ പങ്കുവെക്കാമെന്ന് മാത്രമാണ് നോക്കുന്നത്. രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണൻ പരാജയത്തിൻ്റെ അടുത്തേക്ക് എത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാനത്തിലുള്ള അഹിരാവണൻ എന്ന അതിശക്തനായിട്ടുള്ള മാന്ത്രികനായിട്ടുള്ള അസുരശ്രേഷ്ഠനെ വരുത്തിയിട്ട് പറയുന്നുണ്ട്, ശ്രീരാമനെ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് മാറ്റിക്കൊള്ളണം. അഹിരാവണൻ വിഭീഷണന്റെ രൂപത്തിൽ ശ്രീരാമനെ സമീപിച്ചു. ശ്രീരാമന് കാര്യങ്ങൾ മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് താൻ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണെന്ന് പറഞ്ഞു. ശ്രീരാമനെ പാതാളത്തിൽ കൊണ്ടുപോയി ബന്ധിച്ചു എന്നുള്ളതാണ് ഒരു രാമായണത്തിൽ പറയുന്നത്. ഞാൻ ഒരു രാമായണത്തിൻ്റെയും കാലഘട്ടം അല്ലെങ്കിൽ ഓതറെ ഒന്നും നോക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രാമായണം ആരെഴുതിയതായാലും എന്ന് എഴുതിയതായാലും ഒന്നും എനിക്ക് പ്രസക്തിയുള്ള കാര്യമില്ല. കാരണം ടെക്സ്റ്റ് അതാണ് ഇമ്പോർട്ടൻ്റ്. ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ആ സാധനത്തിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. അത് ആരെഴുതിയാലും എന്ന് എഴുതിയാലും അത് ചരിത്രകാരന്മാർ, ഒരു താല്പര്യമുള്ള ആളുകൾ തിരഞ്ഞോട്ടെ, സന്തോഷം അവർ കണ്ടെത്തുന്നതിലൊക്കെ. പക്ഷെ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ടെക്സ്റ്റിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ, ഈ ഗ്രന്ഥത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സംഗതികൾ ഉൾക്കൊള്ളാനുണ്ട്. അതിൽ ഒന്നാണ് ഹനുമാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വാനര സങ്കല്പം എന്ത് എന്നുള്ളത്. എങ്ങനെയാണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ബന്ധമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് അവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടായി, എന്തുകൊണ്ട് ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം എപ്പോഴും അവർക്ക് നിലനിർത്തേണ്ടി വന്നു. അങ്ങനെ എടുത്തു വരുമ്പോൾ ഇവരെല്ലാം ഓരോ അവതാരത്തിലും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു പോകുന്നത് കൊണ്ട് ഹനുമാന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ശ്രീരാമന്റെ സംരക്ഷ, വിഷ്ണുവിൻ്റെ ഒരു പരിപൂർണ മനുഷ്യാവതാരമായിട്ടുള്ള ഉത്തമ പുരുഷനായിട്ടുള്ള ശ്രീരാമന്റെ രക്ഷയ്ക്ക്, ശ്രീരാമന്റെ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ രക്ഷ കൂടി ഹനുമാന്
മനസ്സിരുത്തേണ്ടി വരും. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല, സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കുന്നില്ല. ഉള്ള സമയത്തിൽ ചെറിയ കാര്യം വ്യക്തമായിട്ട് ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിയാൽ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാൻ ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പറയാണ്. അങ്ങനെ എടുക്കുന്ന ഈ പഞ്ചമുഖ ഹനുമാൻ യുദ്ധഭൂമിയിൽ നിന്ന് രാവണന്റെ നിർദ്ദേശപ്രകാരം വിഭീഷണ വേഷത്തില് ശ്രീരാമനെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തെ സമീപിച്ച് അവിടെ നിന്ന് മാറ്റി രക്ഷിക്കാൻ ഹനുമാന് തന്നെയാണത് പറ്റുള്ളൂ. ആ സമയത്ത് ഹനുമാൻ കൈക്കൊണ്ട ഒരു രൂപമാണ് ഈ പഞ്ചമുഖ ഹനുമാൻ എന്നുള്ളതാണ് പറയണത്. അപ്പൊ യുദ്ധഭൂമിയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പരാജിതനായിട്ട് പോവുക എന്ന് പറയുന്നത് രാവണൻ അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാവുന്നതല്ല. അപ്പൊ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് രാമനും രാവണനും എല്ലാവരും യുദ്ധതന്ത്രങ്ങൾ അറിയുന്നവരാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ തന്ത്രങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പ്രയോഗിക്കാം എന്നുള്ളതിൽ ഒരു വഴിയാണ് രാവണൻ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അതിൻ്റെ എന്താ പറയേണ്ടത്, ഇതിന് ഈ നീതികളെയൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന വിദഗ്ധന്മാർ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ 4 ദിക്കുകളിലും മുകളിലും കാണത്തക്ക വിധത്തിലാണ് ഈ പഞ്ചമുഖത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുന്ന സമയത്ത് ഈ മുഖങ്ങള് എന്തിനാണ് ഇങ്ങനെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഈ അഹിരാവണനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അയാളെ വധിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതേസമയത്ത് ശാരീരിക ശേഷിയിൽ ഹനുമാന് കഴിവുണ്ട്, അത് ഹനുമാനും അറിയാം, അഹിരാവണനും അറിയാം. പക്ഷേ ഈ കക്ഷിയുടെ ഈ അഹിരാവണൻ എന്ന് പറയുന്ന ഭീകരന്റെ ആത്മാവ് 5 ദിക്കിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് 5 നാളങ്ങളിലാണ്. തീനാളങ്ങൾ അല്ലെങ്കിൽ തിരുനാളങ്ങൾ, നാളങ്ങൾ എന്നുള്ള മാത്രമേ പറയുള്ളൂ. ഇംഗ്ലീഷിൽ ഇത് കാൻഡിൽ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അത് പന്തമാവാം, തിരിയാവാം, എന്തായാലും നാളങ്ങൾ. ഈ നാളങ്ങളിലാണ് ഈ അഹിരാവണന്റെ ആത്മാവ് ഇരിക്കുന്നത്. ഈ 5 നാളങ്ങളും ഒപ്പം കെടുത്താൻ സാധിച്ചാൽ മാത്രമേ അഹിരാവണനെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇത് ഹനുമാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ 5 ശിരസ്, തൻ്റെ സ്വന്തം ശിരസ്സുണ്ട്, കൂടാതെ 4 നമ്മൾ പറഞ്ഞു. ആദിവരാഹമൂർത്തിയുടെ, നരസിംഹമൂർത്തിയുടെ, ഗരുഡ ഭഗവാന്റെ, അതുമാതിരി തന്നെ ഹയഗ്രീവന്റെ, ഇവരെല്ലാവരുടെയും ഓരോരുത്തരുടെയും കഴിവുകളും അവരുടെ പശ്ചാത്തലവും അവരുടെ ജനിതക പാരമ്പര്യവും ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവരെ കൂട്ടിഘടിപ്പിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ അതിൻ്റെ വിസ്തരിച്ചൊരു ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഭക്തജനങ്ങൾ ദയവ് ചെയ്ത് താല്പര്യമുള്ളവരെ നോക്കുക. അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ഒരു ഭൗതിക ശാസ്ത്രവുമുണ്ട്, ഒരു ആദിഭൗതിക ശാസ്ത്രവുമുണ്ട്. ചിന്മയാനന്ദ സ്വാമി ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് നെവർ കൺസിഡർ സ്പിരിച്വാലിറ്റി ആസ് ടോട്ടലി ഡിറ്റാച്ച്ഡ് ഫ്രം നോട്ട് ഡിറ്റാച്ച്ഡ് ഫ്രം മെറ്റീരിയലിസം എന്ന്. മെറ്റീരിയൽ സയൻസിന്റെ ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് സ്പിരിച്വാലിറ്റി. ട്രൂ സീക്കേഴ്സ്, അതായത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവർ ഭൗതികത്തിന്റെ വഴിയിൽ കൂടെ പോയാലും ഈ സംഗതി കറക്റ്റായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് വന്നോളും. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്ത് വന്നോളും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം വ്യാഖ്യാനിക്കുമ്പോൾ ഇതെല്ലാം ഒരു മെറ്റീരിയൽ ലെവലിലുള്ള വ്യാഖ്യാനമല്ല എന്ന് തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ നമുക്കൊരു സംതൃപ്തി കിട്ടുന്ന സമയത്ത് തന്നെ അതൊരു സങ്കല്പമാണെങ്കിലും ഒരാൾക്ക് ഒരു ഇൻറ്റ്യൂഷനിൽ കൂടെ കിട്ടിയതാണെന്നുണ്ടെങ്കിലും നമുക്കത് കൂടുതൽ ശക്തമായിട്ട്, ഈസി ആയിട്ട്, ലളിതമായിട്ട് ഉൾക്കൊള്ളുകയും ശക്തമായിട്ട് ഉള്ളിൽ നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ഈ പഞ്ചമുഖങ്ങളെ എടുത്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഓരോരുത്തരുടെ മിടുക്ക് എന്താണ് എന്നും കൂടി നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഓരോരോ ആളുകളുടെ ഇപ്പൊ ആദിവരാഹമൂർത്തി എടുത്തു കഴിഞ്ഞാൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഗ്രഹസഞ്ചാരങ്ങൾ കൊണ്ടുണ്ടാവുന്ന വിഷമങ്ങളെല്ലാം അകറ്റാൻ മിടുക്കനാണ്. ധനമാർഗം വളരെ എളുപ്പമാക്കി തരും, ഐശ്വര്യം വർദ്ധിപ്പിക്കും. ഇത്രയും പറഞ്ഞാൽ തന്നെ ബാക്കിയുള്ള സംഗതികൾ എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. നരസിംഹമൂർത്തി തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു. ആ മുഖത്തിനെ പഞ്ചമുഖങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിച്ച് ചിന്തിച്ചാൽ ഭയം അകന്നു പോവും. പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാനുള്ള എല്ലാ സഹായവും
ഭക്തന്മാർക്ക് സദാ നൽകിക്കൊണ്ടിരിക്കും. അതൊരു അനുഗ്രഹമായിട്ട് തന്നെ എല്ലാവരുടെ കൂടെയും കൂടും. പ്രഹ്ലാദന്റെ ഒക്കെ കഥ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം നരസിംഹാവതാരത്തിന് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇനി ഹയഗ്രീവമൂർത്തി ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു സിമ്പിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അറിവ്, സന്താനലാഭം, സ്വാതന്ത്ര്യം, ഇത്രയും സംഗതിയാണ് ഹയഗ്രീവ രൂപത്തെ ആരാധിച്ചാൽ കിട്ടുന്നത്. ഇതിനൊക്കെ താന്ത്രിക വശങ്ങളുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, കേട്ടിട്ടുണ്ടെന്നല്ലാതെ അത് വിസ്തരിച്ച് പറയാൻ പറ്റിയ ആളുകൾ പറഞ്ഞാൽ കൂടുതൽ ഉപകാരമാവും ഇതിൻ്റെ കൂടെ നമുക്ക് ഘടിപ്പിച്ചുകൊണ്ട് പോകാൻ. പിന്നെ ഈ സ്വന്തം മുഖം, ഹനുമാൻ സ്വാമിയുടെ സ്വന്തം മുഖം കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ കിഴക്കോട്ട് തിരിഞ്ഞെന്നല്ല, എങ്ങോട്ട് തിരിഞ്ഞ മുഖത്തിനെ കുറിച്ചും പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. പാപങ്ങളെ നശിപ്പിക്കും, ശാന്തി പകരും, പരിശുദ്ധി ഉണ്ടാക്കും, സന്തോഷത്തെ പ്രദാനം ചെയ്യും, സംതൃപ്തി നൽകും. ഇതെല്ലാം ആ മുഖത്തിൻ്റെയാണ്. ഇനി എന്തൊക്കെ വേണമെന്നില്ല. ഗുസ്തിക്കാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ അതിന് മസിൽ പവർ, ഫിസിക്കൽ പവർ കിട്ടാൻ, ശാരീരികമായിട്ടുള്ള ശേഷി കിട്ടാൻ, മാനസികമായിട്ടാണെങ്കിൽ മനോജവം മാരുതതുല്യ വേഗം എന്ന് കാറ്റിൻ്റെ വേഗതയിൽ മനസ്സിനെ സഞ്ചരിപ്പിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഹനുമാന്റെ സഞ്ചാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്ഷുദ്രശക്തികളെ മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ. ലങ്കയിലെത്തിയിട്ട് ലങ്ക മുഴുവൻ ദഹിപ്പിച്ച് തകിടുപൊടിയാക്കി, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷെ അശോക വരികയിൽ സീതയിരിക്കുന്ന ഭാഗത്ത് ഒരില പോലും അദ്ദേഹം, ഒരിലയെപ്പോലും നോവിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. സീത പ്രകൃതിയാണ്. പ്രകൃതിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന, പ്രകൃതിക്ക് അലങ്കോലമുണ്ടാക്കുന്ന, അലോരസമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യില്ല. അത് ഹനുമാന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എടുക്കണം. ഒരു ഇക്കോളജിക്കൽ കോൺഷ്യസ്നെസ്, തൻ്റെ പര്യാവരണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധമുണ്ടാവുകയും എന്താണ് അവിടുത്തെ തുലനത്തിന് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുകയും ആണ് ആ ഒരു ഹനുമത് തത്വം എന്നുള്ളതാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അത് എന്തായാലും ആ ഒരു തത്വത്തെ നമുക്ക് വളരെ പ്രായോഗികമായിട്ട് ഉൾക്കൊള്ളാനും അതിനെ ആരാധിക്കാനും, ഇനിയിപ്പോൾ അവിടെ മുമ്പ് പോയി തൊഴുതില്ല എന്നുണ്ടെങ്കിലും ആ ഒരു സങ്കല്പം മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സംതൃപ്തി നമുക്ക് തോന്നാം. എല്ലാ രൂപത്തിനും ഇത് ചെയ്യാം, ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെയുള്ള രൂപങ്ങളെന്ന് മാത്രം. ഇനി ഇവിടെ ഭൗതിക യുക്തിയുടെ ഒരു ചോദ്യം വരാം. ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ 4 പുറവും മോൾ ഭാഗത്തേക്കും മുഖങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ പഞ്ചമുഖ ഹനുമാൻ, അപ്പൊ താഴത്തേക്ക് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന്. യുക്തിയുള്ള ചോദ്യമാണ്. യുക്തിയുടെ പരിധിയിൽ നിന്നുകൊണ്ടും നമുക്ക് ഉത്തരം പറയാം, പൗരാണികമായിട്ടുള്ള അറിവുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ സങ്കല്പങ്ങളെ വെച്ചുകൊണ്ടും ഉത്തരം പറയാം. ഈ 4 ദിക്കും മോൾഭാഗവും വ്യത്യസ്ത മുഖങ്ങൾ കവർ ചെയ്യുമ്പോൾ ഹനുമാന്റെ കാല് പാതാളത്തിലുണ്ട്. അവിടെയാണ് ഈ അഹിരാവണനുള്ളത്. അവിടെ വെച്ചിട്ടൊരു മസിൽ പവറുണ്ട്, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ശേഷിയുണ്ട്. അയാളെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഹനുമാനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അതിനെ പറ്റിയിട്ട് അഹിരാവണനും വലിയ ചിന്തയൊന്നുമില്ല. പിടിച്ചാൽ അവിടെ വെച്ചിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റുന്നു. പക്ഷേ ഈ കക്ഷിയെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, അഹിരാവണനെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ 5 നിൽക്കുന്ന ആത്മാവിനെ, 5 ആത്മാക്കളുടെ എന്താ പറയണ്ടേ, പ്രാതിനിധ്യമുള്ള നാളങ്ങളെ ഒരുമിച്ച് അണയ്ക്കണം. എങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ എന്ന് നേരത്തെ നമ്മളത് പറഞ്ഞു വെച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ താഴത്തേക്കുള്ള ഒരു ശ്രദ്ധ അത്ര അധികം ആവശ്യമില്ല. ഇനി രണ്ടാമത്, തീനാളം എപ്പോഴും മുകളിലേക്ക് പോകുന്നതാണ്, താഴേക്ക് തീനാളം പോവാറില്ല. പോകണമെന്നുണ്ടെങ്കിൽ പ്രഷർ പ്രത്യേകിച്ച് കൊടുക്കണം. വായുവിൻ്റെ ശക്തമായിട്ടുള്ള സഹായത്തോടു കൂടിയല്ലാതെ കണ്ട് പ്രത്യേക സ്വഭാവത്തോടെ ഉള്ള പെരുമാറ്റത്തിൽ മാത്രമേ നാളത്തിൻ്റെ ദിശ കീഴ്പ്പെട്ട് മാറ്റാൻ പറ്റുള്ളൂ. കുറച്ച് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിച്ചു എന്ന് വരും. അല്ലെങ്കിൽ നിശ്ചലമായിട്ടുള്ള വായു പതുക്കെ മൂവ് ചെയ്യണം. സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുക, വിളക്ക് നിന്ന് കത്തുക, നാളം നിന്ന് കത്തുക എന്ന് പറയില്ലേ, മുകളിലേക്ക് പോകുന്ന ഇത് തന്നെയാണ് അഗ്നി. അതിൻ്റെ കാറ്റിൻ്റെ ചാഞ്ചല്യം ഉണ്ടാകുമ്പോൾ കുറച്ചളയും. പക്ഷെ കിഴിപ്പെട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഓക്സിയാസിറ്റിലിൻ ഫ്ലെയിമൊക്കെ ഹൈ പ്രഷറിൽ കിഴിപ്പെട്ട് അടിക്കുമ്പോഴാണ് നമ്മൾ ഈ അഗ്നി താഴത്തേക്ക് പോകുന്നത് കാണുന്നത്. അപ്പം എത്രയായാലും താഴത്തേക്ക് അഗ്നി പോവില്ല. അപ്പോൾ അവിടെ
ഒരു ആത്മാവിൻ്റെ സ്ഥാനം പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ മുകളിലേക്കും ചുറ്റും ശ്രദ്ധ മതി. പിന്നെ ഹനുമാനാണ് ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്നുള്ളൊരു ശക്തിയും കൂടി പുരാണത്തിൻ്റെ ഭാഗത്ത് നമുക്ക് അതിലേക്ക് കൂട്ടിച്ചേർക്കാം. കാരണം വായുപുത്രനാണ് ഹനുമാൻ. ഹനുമാനും ഈ അഹിരാവണനും തമ്മിൽ ഒരു ഗുസ്തി ഉണ്ടാവാൻ പോവുകയാണെങ്കിൽ, ഒരു അടിപിടി ഉണ്ടാവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആരെയാണ് വായു സഹായിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ വായു ആണെങ്കിൽ നമുക്കൊന്ന് സംശയിക്കാം, എവിടുത്തെ വായു, ഏത് പാർട്ടിയാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. പക്ഷേ അന്നത്തെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രകൃതിയിൽ, ഞാൻ നാച്ചുറലായിട്ടുള്ള വായുവിനെയാണ് പറയണേ, വായു ഭഗവാൻ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം പുത്രഭാവത്തിലുള്ള ഹനുമാനെ തന്നെയാണ് സഹായിക്കുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമ്മൾ വായുവിൻ്റെ സംഗതികളും വായുവിൻ്റെ സങ്കല്പങ്ങളും നേരത്തെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇനി അതിലേക്ക് പോകുന്നില്ല. ഏതായാലും പഞ്ചമുഖ ഹനുമാൻ എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ പറഞ്ഞു വെച്ചു. ഭക്തജനങ്ങൾക്ക് അത് ഉൾക്കൊണ്ട് കൂടുതൽ വായിച്ച് പല വ്യാഖ്യാനങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ശാസ്ത്രീയമായിട്ടും ഭൗതിക ശാസ്ത്രപരമായിട്ടും ന്യായീകരണങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ കാലത്ത് അത് ആവശ്യമാണ്. അങ്ങനെ സമീപിക്കുന്ന ഒരു തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഞാൻ പറയുന്നതിന്റെ ചുരുക്കം, ശിവപുത്രനായ വായുപുത്രനായ ശ്രീരാമദേവന്റെ സകല സഹചാരിയും എല്ലാം ആയ, ഒരുപക്ഷെ വനയാത്ര ആരംഭിച്ച ശേഷം, സീതയെ നഷ്ടപ്പെട്ടു പോയ ശേഷം രാമായണത്തിന്റെ അവസാനം വരെ കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രത്തെയാണ് വാൽമീകി സൃഷ്ടിച്ചു നമുക്ക് വളരെയധികം പഠനവിധേയമാക്കേണ്ട ഒരു കഥാപാത്രമായി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലത്തെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ ജനനം കൊണ്ട് എങ്ങനെ ശ്രീരാമന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം എന്നുദ്ദേശിച്ചുകൊണ്ടുള്ള ചില പ്രത്യേക രേഖകൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ ബ്ലൂപ്രിന്റ് എന്ന് പറയുന്ന പോലെ ബ്ലൂപ്രിന്റ് പ്രകാരം തന്നെ, നേരിയുടെ ബ്ലൂപ്രിന്റ് പ്രകാരം തന്നെ എല്ലാം സംഭവിച്ചു. അതിന് വ്യത്യസ്തമായ രസകരമായിട്ടുള്ള കഥകളിൽ കൂടെയും കാര്യത്തിൽ കൂടെയും വ്യാഖ്യാനിച്ചെടുക്കാവുന്ന പല സംഗതികളിൽ കൂടെയും ആവുന്നത്ര ഞാൻ നടന്നു പോകുന്ന എന്നും നിറഞ്ഞു നിൽക്കുന്ന വിരാട് രൂപം എന്ന് പോലും പറയുന്ന പഞ്ചമുഖ ഹനുമാനും അദ്ദേഹത്തിന്റെ ആ രൂപത്തിന്റെ സങ്കല്പവും അതിന്റെ ശക്തിയും ഇത്രയും സംഗതികളാണ് പറയുന്നത്. മനുഷ്യ അവതാരത്തിലുള്ള ശ്രീരാമദേവനെ, അദ്ദേഹത്തിന്റെ അയനത്തെ, ജീവിതത്തെ, പ്രകൃതി പോലും അദ്ദേഹത്തിനോട് ഒത്തുചേർന്ന് സീതാദേവിയായി ഒത്തുചേർന്ന് പോകുമ്പോൾ ഈ ഒരു ടോട്ടാലിറ്റി എന്ന് പറയാവുന്ന പ്രകൃതി പുരുഷ സംഗമത്തിന്റെ യാത്രയെ വേണ്ടവിധം കൊണ്ടുനടക്കുന്ന ഈശ്വരീയ ശക്തി അല്ലെങ്കിൽ ആ ഒരു കോസ്മിക് പവർ, അതുകൊണ്ട് തന്നെയാണ് എവിടെയും പകർന്നു വെക്കാനുള്ള രൂപത്തില് എന്തും കൃത്യമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നേരിടാനുള്ള രൂപത്തില് പരമാവധി നമുക്ക് വാൽമീകി അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ഹനുമാൻ ഇന്നത്തെ ഈ കാലഘട്ടത്തില് എങ്ങും പറഞ്ഞു നടക്കുന്ന മഹാമാരിയുടെ ചെറിയ ചെറിയ കവിതകള് അവയെ ഉറുതിയലറ്റത്തെ, അതിനുള്ള ശേഷിയും ബുദ്ധിയും സമാധാനവും ക്ഷമയും നമുക്കെല്ലാവർക്കും തരട്ടെ. അടുത്ത കൽപ്പത്തിൽ ബ്രഹ്മാവാൻ വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിരഞ്ജീവിയായിരിക്കുന്ന ആ ഹനുമാൻ സ്വാമിയെ ഒട്ടും അദ്ദേഹത്തിനെ ചെന്ന് ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹത്തെ ഏതെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കടന്നു പോകാൻ, സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവാൻ, എല്ലാവർക്കും വേണ്ട അനുഗ്രഹം തരാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് ശ്രമിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, ക്ഷേത്ര സമിതിയുടെ ഭാരവാഹികൾക്കും, ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്കും, ആഞ്ജനേയ സ്വാമികൾക്കും, ശ്രീരാമസ്വാമികൾക്കും, ഉത്തരസ്ഥാനത്ത് നിൽക്കുന്ന മഹാദേവനും നമസ്കാരം അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്
ഇവിടെ അവസാനിപ്പിക്കുന്നു. मनोजवं मारुततुल्यवेगम्